അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖവരകൾ കൂടാതെ നമുക്ക് ദൈവവചന ചിന്തകൾക്കായിട്ട് അടുത്തു വരാം. നമ്മുടെ പുസ്തകങ്ങളെ തിരുവചനത്തിനായിട്ട് തുറക്കാം. തിരുവചന കേൾവിക്കായിട്ട് വളരെ ശാന്തമായ ഒരു ചെറിയ സന്ദേശം പങ്കുവെച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനാണ് ദൈവം ഇന്ന് രാത്രി എനിക്ക് ഒരു നിയോഗം തന്നിരിക്കുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാമത് അധ്യായത്തിലേക്ക് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാമത് അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവിടുത്തെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് ക്രിസ്തു നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് 8-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മക്കതോന്യ സഭ കുറിച്ച് പറയുകയാണ്, അവർ കഷ്ടത എന്ന കഠിന ശോധനയിലും മഹാദാരിദ്ര്യത്തിലും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അവർക്ക് ലഭിച്ച ഈ സിദ്ധതയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ അവിടെ അവരെ വിശുദ്ധന്മാരുടെ സഹായത്തെ സംബന്ധിച്ച് വളരെ താല്പര്യത്തോടെ കൂട്ടായ്മ കാണിച്ച മക്കതോന്യ സഭയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അവർ ഭയങ്കര ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരുന്നു. വളരെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ് ഇതെഴുതുക. അവിടെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് ക്രിസ്തു ആരായി മാറി? ദരിദ്രനായി മാറി. ക്രിസ്തു ദരിദ്രനായി മാറി. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കൗണ്ടർ കൾച്ചറാണ് കാണുക. സംടൈംസ് തിയോളജിയൻസ് സേ ബൈബിൾ ഗീവ്സ് us എ കൗണ്ടർ കൾച്ചർ. അത് കുറച്ച് സത്യമാണ്. എല്ലാ കൾച്ചറിനകത്തും ബൈബിളിന് എന്തുകൊണ്ട് ഒരു കൗണ്ടർ കൾച്ചറുണ്ട്. അതാണ് അതിൻ്റെ ഒരു സത്യം. മനുഷ്യരെല്ലാം ദാരിദ്ര്യം മാറ്റാനുള്ള ഒരു ഓട്ടത്തിലാണ്. ദാരിദ്ര്യം പൊതുവെ ആർക്കും ഇഷ്ടമില്ല. നമ്മൾ ചില മനുഷ്യരോട് ദേഷ്യം വരുമ്പോൾ, you may not know that words. I think you are not supposed to learn all that words. നല്ലതല്ലാത്ത കുറേ വാക്കുകളുണ്ട്. നമ്മൾ ദേഷ്യം വരുമ്പോൾ ഈ വൃത്തികളൊക്കെ കാണിക്കുന്നതുകൊണ്ട് പറയും, അവൻ എന്തൊരു ദരിദ്രവാസിയവൻ. ദരിദ്രവാസിയാന്ന് പറയത്തില്ല, ഇവൻ ആൾ മഹാ ദരിദ്രവാസി. ദരിദ്രവാസി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ദാരിദ്ര്യത്തിൽ വസിക്കുന്നവൻ ആരോ, അവൻ്റെ പേരാ എന്ത്? ദരിദ്രവാസി. അപ്പം നമുക്ക് എത്ര വലിയ മനുഷ്യരെയും നമ്മൾ ഇച്ചിരി സ്റ്റിഞ്ചിയൊക്കെ ആയാൽ അവരെ വിളിക്കുന്ന പേരാണെന്ത്? ദരിദ്രവാസിയാണ്. നമുക്കിഷ്ടമില്ലാത്തൊരു വാക്കായതുകൊണ്ടാണ്. ഇനി മറ്റൊരു വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട്, അൺപാർലമെൻ്ററി, നല്ല വാക്കല്ല, എനിക്കറിയാം. ഇവൻ മഹാ ചെറ്റയാണ്. ചെറ്റാസമം മലയാളം അറിയാമെന്ന് ആരെങ്കിലും പറഞ്ഞ് ചെറ്റാസമം ഉപയോഗിക്കുന്ന വാക്കല്ലേ? എന്തൊരു ചെറ്റയാണ് ഇവൻ, എന്നെ ചെറ്റത്തരായി കാണിക്കുന്നത്. ചെറ്റത്തരം എന്ന് പറയുന്നത് മോശം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ആ വാക്കിൻ്റെ വൊക്കാബിളിൻ്റെ അർത്ഥം ചെറ്റപ്പുരയിൽ താമസിക്കുന്നവൻ ആരോ അവനാണ് ആര്. എന്നാൽ ഇന്ന് വരെ ആരെങ്കിലും 2 നിലയെന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? 3 നിലയെന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? നല്ല കോൺക്രീറ്റ് കെട്ടിടമെന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. വിളിക്കുന്നത് ഈ ഒരു വാക്കാണ്. സമ്പന്നവാസി എന്ന് ആരെങ്കിലും വിളിച്ച് കളിയാക്കിയിട്ടുണ്ടോ? ഇല്ല. എന്താ വിളിക്കുക? ദരിദ്രവാസി. അപ്പോൾ ഒരു വാക്കുകളുടെ അർത്ഥം കൊണ്ട് നമുക്കറിയാം മനുഷ്യർക്ക് പിണക്കമുള്ളൊരു കാര്യമാണ് എന്ത്? ദാരിദ്ര്യം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് പിണക്കമുള്ളൊരു കാര്യമാണ് എന്ത്? ദാരിദ്ര്യം. മനുഷ്യരൊക്കെ ദാരിദ്ര്യം മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഒരുപക്ഷെ നമ്മുടെ മലയാളികൾ കുടിയേറ്റക്കാരാണ്. ഇവിടെയും കുടിയേറ്റമാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കെ സി വർഗീസ് പാസ്റ്ററൊക്കെ ഞങ്ങളുടെ മുക്കൂട്ട് തറയിൽ എന്തോ ഒരു നല്ല വർക്കായിരുന്നു. ഞാനൊക്കെ നല്ല മുക്കൂട്ട് തറയൊക്കെ സെൻറ്ററിൻ്റെ സജീവ പ്രവർത്തകരായിട്ട് ഓടി നടന്നവർ താണ്ട് അമേരിക്ക വന്നിരിക്കുന്നു. സത്യത്തിൽ അവർക്ക് ഭയങ്കര റോളുള്ളവരാണ്. അവിടെയൊക്കെ എത്രയോ വർഷങ്ങൾ സഭാ ശുശ്രൂഷയിൽ വലിയ സജീവമായ സാന്നിധ്യം ഞങ്ങളുടെ പ്രസ്ഥാനത്തുള്ള ബന്ധത്തിലും സെൻട്രലുള്ള ബന്ധത്തിലും ഉപയോഗിച്ചത്. അമേരിക്ക വന്ന എന്തിനാ? ആണല്ലോ.
അതുകൊണ്ട് ഞങ്ങൾ ഈ അമേരിക്കക്കാരോട് പറയാറുണ്ട്, നിങ്ങളൊരുമാതിരി ഞങ്ങളെക്കാട്ടും ദരിദ്രത കാണിക്കരുത്. സത്യത്തിൽ അമേരിക്ക വന്ന എന്തിനാണ്? സാങ്കുട്ടിച്ചാൻ ഇപ്പോഴും മനസ്സ് ഇവിടെ, മെയ് ഇവിടെ ആണെങ്കിലും മനസ്സ് ബോംബെയിലാണ്, സീലില്ല, അല്ലെങ്കിൽ റാന്നിയില്ല. പുള്ളി മനസ്സുകൊണ്ട് ഒരിക്കലും അമേരിക്കക്കാരനായെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി രാവിലെ എഴുന്നിട്ട് ബോംബെ കൂടെ റാന്നി കൂടെ ഒക്കെ നടക്കും. അതെൻ്റെ സത്യ. പാസ്റ്ററും രാവിലെ അതുവഴിയൊക്കെ പോത്തില്ലേ, പോവും. മനസ്സുകൊണ്ട് ആരും അങ്ങോട്ട് പോയില്ല. എന്നാലും തിരിച്ചു പോകാത്ത എന്തുകൊണ്ടാണ്? ചൂടായതുകൊണ്ടാണ്, മഴയായതുകൊണ്ടാണ്. എല്ലാവരും വന്നത് ഒറ്റ കാര്യത്തിനാണ്. എന്തിനാ? ഡോളർ ഓർത്താ, ദാരിദ്ര്യം മാറ്റാനാ. എനിക്ക് തോന്നുന്നു പിന്നെ ഞങ്ങളാണ് അതിലും ദാരിദ്ര്യത്തില്ല ഇവിടെ കഴിയുന്നത്. എന്നാ കാര്യം ചോദിച്ചാൽ, ഞങ്ങളൊരിടത്ത് പോയപ്പം വിശന്ന് പറഞ്ഞപ്പം പോയൊരു സാധനം കഴിക്കാൻ വേണ്ടി മേടിച്ചപ്പോൾ അവൾ റസിയനോട് പറഞ്ഞു, അടിച്ചു നോക്കാൻ പറഞ്ഞു എത്ര രൂപ ഇന്ത്യൻ റുപ്പി ഉണ്ടെന്ന്. എന്നിട്ട് പറഞ്ഞു, നമുക്ക് വിശന്നിരിക്കുക, ഈ പൈസ കൊണ്ട് എന്തെല്ലാം കാര്യം ചെയ്യും. ആദ്യത്തെ ഒരു പ്രശ്നമാണ്. അവസാനം ഞാൻ പറഞ്ഞു, കൊച്ചെ വിശന്ന് എൻ്റെ ഷുഗറാണ്, ഞാൻ താഴെ പോകും, പൈസ പോയാൽ പോട്ടെ, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ. ഞങ്ങളുടെ ഒരു പ്രശ്നം ആദ്യം വരുന്നവരുടെയാണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ ഒന്നും എന്ത് ചെയ്യാനൊക്കത്തില്ല. പൈസ കൊണ്ടുവരും നമ്മളും ദാരിദ്ര്യത്തില്ല. അപ്പം മനുഷ്യരായ മനുഷ്യരല്ല എന്തിനുള്ള ഓട്ടത്തിലാണ്? ദാരിദ്ര്യം മാറ്റാനുള്ള ഓട്ടത്തിൽ. അതിൻ്റെ ഒരു ഭാഗമാണ് കുടിയേറ്റങ്ങൾ എന്നൊക്കെ പറയും. നാട്ടിൻപുറത്തുള്ളവർ കുടിയേറി നിലമ്പൂർ, മലബാർ, കണ്ണൂർ, കാസർഗോഡ് മലയാളി കുടിയേറ്റക്കാരാ. എന്തിനാ കുടിയേ? ദാരിദ്ര്യം മാറ്റാൻ. അവിടെ ചെന്ന് മണ്ണ് വെട്ടിപ്പിടിച്ച് വനം വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കി പള്ളി വെച്ചു, കൂട്ടുകാരെ കൊണ്ടുവന്നു. നല്ലവരായിരുന്നു, ബന്ധങ്ങളൊക്കെ അവരെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ബോംബെയിലോട്ട് പോയി. മലയാളി കൂടുതൽ ഇങ്ങോട്ട് വന്നത് ഏതുവഴിയാ? ബോംബെ വഴിയാ. ആണോ? ബോംബെക്ക് പോയത് എങ്ങനെയാ? പ്രീ ഡിഗ്രി കഴിഞ്ഞ്, പ്രീ ഡിഗ്രി അല്ല, 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി തോറ്റപ്പം സാധാരണ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ശബ്ദം കേൾക്കായിരുന്നു, ടക്കോ ടക്കോ ടക്കോ. എന്താണെന്നറിയാം? ASDF സെമിക്കോളൻ. എന്താ പഠിച്ചേ? ടൈപ്പ് റൈറ്റർ പഠിച്ചു. ടൈപ്പ് റൈറ്റർ പഠിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് ഓടി ബോംബെ ജയന്തിയെ കയറി ബോംബെക്ക് പോയി. കുറച്ച് പേര് KK പോയി, ഡൽഹിക്ക് പോയി. ചെന്നൈ മെയിലെ കയറി, അന്ന് ചെന്നൈ മെയിലല്ല, മദ്രാസിൽ പോയി. എന്താ മാറ്റാനാ? ദാരിദ്ര്യം മാറ്റാൻ. അവിടെ ഒന്ന് കിടന്ന് ഗൾഫിൽ പോയി. ഗൾഫിൽ നിന്ന് ഒത്തിരി പേര് എങ്ങോട്ട് വന്നു, കാനഡ, അമേരിക്ക, UK ഒക്കെ വന്നു. അപ്പം മനുഷ്യരെ കുടിയേറ്റത്തിലാണ്. കുടിയേറ്റത്തിൻ്റെ ഒറ്റ കാരണം എന്താ മാറ്റാനാ? ദാരിദ്ര്യം. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ഓടി വന്നവരാ. അതല്ലേ സത്യം. പക്ഷേ ഇവിടെ ക്രിസ്തു പറയുന്ന ഒരു വാക്കിന് പ്രസക്തിയുണ്ട്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അവൻ ആരായി മാറി? ദരിദ്രരായി മാറി. ആ വാക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6ാം അധ്യായത്തിലാണ്. ക്രിസ്തു ദരിദ്രനായി. ക്രിസ്തു എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു ജനത്തോടൊപ്പം. ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ 3 വാക്കി പറയാം. 1 ലാസ്റ്റാണ്, 2 ലോസ്റ്റാണ്, 3 ലീസ്റ്റാണ്. ലാസ്റ്റിലുള്ളവർ അരികുവൽക്കരിക്കപ്പെടും. അവരെ നമ്മളിന്ന് വിളിക്കുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെയാണ്. സോ ഹി വാസ് ഓൾവേസ് വിത്ത് ദ ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് ആൻഡ് ലോസ്റ്റ് പീപ്പിൾ. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പാരബിൾസ് ഓഫ് ദ ലോസ്റ്റ് ഉണ്ട്, നഷ്ടപ്പെട്ടതിൻ്റെ കഥകൾ. ഹി വാസ് ഓൾവേസ് വിത്ത് ദ പീപ്പിൾ ദോസ് ഹു ലോസ്റ്റ് ആൻഡ് ദെൻ ലീസ്റ്റ്. കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ആരായിരുന്നു? പരീശന്മാരും മുക്കവന്മാരും ചുങ്കക്കാരും ഒക്കെ ആയിരുന്നു, അല്ലേ? ദരിദ്രരായ ആൾക്കാരായിരുന്നു. ഹി വാസ് ഓൾവേസ് വിത്ത് ദ പീപ്പിൾ ദോസ് ഹു ആർ മാർജിനലൈസ്ഡ്. അരികുവൽക്കരിക്കപ്പെട്ട എന്നൊക്കെ പറയാറില്ലേ? ദോസ് ഹു ആർ മാർജിനലൈസ്ഡ്, ദോസ് ഹു ആർ ക്രഷ്ഡ്, ദോസ് ഹു ആർ ഒപ്രസ്ഡ്, ദോസ് ഹു ആർ സെറ്റ് അപ്പാർട്ടഡ് ഫ്രം ദ മെയിൻ സ്ട്രീം. അവരുടെ കൂടെയായിരുന്നു ആര്? ക്രിസ്തു എന്നും അവരുടെ കൂടെ നടന്ന ഒരു ദൈവമാണ്. പക്ഷെ ക്രിസ്തു ചെയ്തൊരു കാര്യമുണ്ട്. ക്രിസ്തു അവരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ക്രിസ്തു എന്നും ദരിദ്രനായിട്ട് മാറി. ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ നമ്മൾ പഠിച്ച ദാരിദ്ര്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഒരു ജീവിതമാണ്. ദരിദ്രനായി തീർന്ന ക്രിസ്തു, ഹി ഓപ്റ്റഡ് പോവർട്ടി. ഹി വാസ് വെരി റിച്ച്. കർത്താവിൻ്റെ സമ്പന്നതയെക്കുറിച്ച് പറയുന്നത് ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ടായിരുന്ന കർത്താവ്. സ്വർഗത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി. എന്തിനാ? ഹി വാണ്ടഡ് ടു ഐഡൻറ്റിഫൈ വിത്ത് ദ പീപ്പിൾ ദോസ് ഹു ആർ ലീസ്റ്റ് ആൻഡ് ദോസ് ഹു ആർ ലോസ്റ്റ് ആൻഡ് ദോസ് ഹു ആർ ഒപ്രസ്ഡ് ആൻഡ് ദോസ് ഹു ആർ മാർജിനലൈസ്ഡ്. അവരോടൊപ്പം നടക്കാൻ വേണ്ടി
അങ്ങനെ ദാരിദ്ര്യം ശീലിച്ച ഒരു ക്രിസ്തുവിനെയുണ്ട്. ദാരിദ്ര്യം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ശീലിക്കുന്ന ദാരിദ്ര്യമുണ്ട്, കയ്യിലുള്ളതൊക്കെ ചിലവാക്കി കളഞ്ഞിട്ട് ദാരിദ്ര്യം ശീലിക്കുന്നവരുണ്ട്. കയ്യിൽ ഒത്തിരി ഉണ്ടായിട്ടും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മുമ്പേ ഞാൻ പറഞ്ഞതാ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ്, പക്ഷേ ഈ സമ്പത്തിൽ ആശ്രയിക്കരുത് തന്നെയാണ് കർത്താവിൻ്റെ വചനം. കാരണം നിശ്ചയമില്ലാത്ത ധനത്തിൽ നിങ്ങൾ എന്ത് വെക്കരുത്? ആശ്രയം വെക്കരുത്. ധനത്തിൽ ഒരിക്കലും ആശ്രയിക്കരുത്. ധനത്തിൽ ഡു നോട്ട് പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ വെൽത്ത്. ഞാനതിന് സാധാരണ പറയുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾ ചില കഥകൾ പറയും, പക്ഷെ നിങ്ങൾക്കൊരു ക്ലൂവും കിട്ടത്തില്ല. വ്യക്തി ആരാന്നറിയത്തില്ല, കഥ പറയും. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റാണോ? വ്യക്തിയെ പറയാതെ ചില സംഭവങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഉദ്ധരിക്കാറുണ്ട് സംഭവങ്ങൾ, പക്ഷെ ഒരിക്കൽ പോലും വ്യക്തിയുടെ എന്ത് പറയത്തില്ല. ഇല്ല, ആഫ്രിക്ക നടന്നത് ഉഗാണ്ടയിലാക്കി പറയും, റാന്നി നടന്നത് മല്ലപ്പള്ളി നടന്നതായിട്ട് പറയും, പക്ഷെ ഒരിക്കലും സ്ഥലം പറയില്ല. അത് ഞങ്ങളുടെ ഒരു ഇൻ്റഗ്രിറ്റിയുടെ ഭാഗമാണ്. ധനത്തിൽ ആശ്രയിക്കരുതെന്ന് പറയുന്നതിന് ഞാൻ ഒരു കഥ പറയാറുണ്ട്. കഥ ഇതാണ്. ഞാനൊരിക്കൽ എൻ്റെ അമ്മയുടെ കൂടെ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ പോയി. എൻ്റെ അമ്മ കാശ് കൊണ്ടുവന്നു ചാക്കെന്ന് പറയുന്ന ഈ പഴയ പെരുങ്കായ സഞ്ചിയുടെ വലിയ ചാക്കിനകത്ത് കാശ് ഇങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിലോട്ട് കയറിയിട്ട് വീടിൻ്റെ ഷെയ്ഡയിലോട്ട് കാശ് വലിച്ചെറിയുക. ഷെയ്ഡയിലോട്ട് കാശ് വലിച്ചെറിയുക. അത് ഇമ്മണി കാശൊന്നും അല്ലെന്നേ, വാരി കെട്ടി നോട്ട് വലിച്ചെറിയുക. അന്ന് എനിക്ക് തോന്നുന്നു 1000 നോട്ടല്ലേ, പിന്നല്ലേ അത് ബാൻ ചെയ്യുന്നത് അല്ലേ? 1000 വലിച്ചെറിയുക. ഞാനിങ്ങനെ കണ്ണും തള്ളി നോക്കിയിരിക്കുക കാശ് എറിയുന്നത്. അപ്പം ഞാൻ അവസാനം ചോദിച്ചു, ഇതെന്തിനാ അവിടെ എറിയുന്നേ? എടാ, കള്ളം വന്നാൽ അലമാരി തുറക്കാൻ പറയും. അലമാരി ഞാൻ കുറച്ച് കീറിയ നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു കള്ളനും ഇവിടുത്തെ കയറി തപ്പത്തില്ല. ഷെയ്ഡേ കയറി കള്ളം തപ്പും. ഷെയ്ഡേ നമ്മൾ പണ്ടേ ഷെയ്ഡില്ലേ, ഇപ്പം ഷെയ്ഡില്ല വീടുകൾക്ക്. കാരണം ഷെയ്ഡ് ഉണ്ടെങ്കിൽ പൊടി മാറത്തില്ല. അവിടെയാണ് നമ്മളുള്ള മെത്തയും ചെരുപ്പും ചാപ്പും എല്ലാം പാരിയിടുന്നത്. എവിടെ? ഈ വീടിൻ്റെ ഷെയ്ഡേൽ. അതുകൊണ്ട് ഇപ്പം വീടുകളിൽ ഷെയ്ഡ് വെക്കത്തില്ല. ഇപ്പോൾ ഈ ഷെയ്ഡേ ഇട്ട ഏതെങ്കിലും കള്ളൻ ഷെയ്ഡേ വെക്കാറൂ. അവിടെയാണ് മനോരമ പത്രം വരുന്നതും ചെരുപ്പിടുന്നതും അലമാരി ഈ പൊട്ടിയതെല്ലാം വെക്കുന്നതെല്ലാം ഇവിടെ ഷെയ്ഡേൽ. അവിടെ കള്ളം കയറത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് എറിയുക. പിന്നെ നീ കക്കത്തില്ലെന്ന് അറിയാമെന്നുണ്ടോ നിന്നെ കാങ്ക എറിഞ്ഞെന്ന്. അമ്മ എന്ത് പൈസയാണ്. അപ്പം ഞാനിങ്ങനെ പൈസ എറിയുന്ന മനുഷ്യൻ അത് കഴിഞ്ഞിട്ട് കുപ്പി എടുത്തിട്ട് കുടിക്കാൻ തുടങ്ങി. കുടിക്കടെ ഞങ്ങൾ പോകാതെ കുടിക്കാനൊക്കത്തില്ല. അപ്പം പുള്ളി ഞാൻ ഇറിറ്റേറ്റഡായി. നമ്മൾ പോയിട്ട് വേണം പുള്ളി കുടിക്കാൻ. അപ്പോൾ പുള്ളി അവിടെ ഷോ കാണിച്ചു. ഒരു കസേര എടുത്തങ്ങ് തല്ലി ഓടിച്ചു. ഭാര്യയോടെ ചുമ്മാ അങ്ങ് ദേഷ്യപ്പെട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, കൊള്ളു ഷോ ഇറക്കരുത്, നീ എന്നെ ഓടിക്കാൻ വേണ്ടിയല്ലേ ഈ കസേര തല്ലുന്നത്. സത്യമായിട്ട് ആൻറ്റി, നിങ്ങൾ പോയാലേ എനിക്ക് കുടിക്കാനൊക്കത്തുള്ളൂ. അല്ല പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കുടിക്കണം. നിങ്ങളങ്ങ് പോയി കയറാം. നമ്മൾ പിന്നെ ഇങ്ങനെ പോകുന്നു. പിന്നെന്തോ പൈസ ഇട്ടങ്ങ് ആറാട്. പിന്നെ ബാങ്കെല്ലാം പൊട്ടി, വീട് ബിസിനസ് എല്ലാം പോയെന്നൊക്കെ കേട്ടു. ഒത്തിരി നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം പോയി. ഞാൻ ഈ പൈസ എറിയുന്ന ഇപ്പോഴും എൻ്റെ മനസ്സിരിപ്പുണ്ട്. ഇങ്ങനെ കെട്ടുപാരി എറിയുക. നമ്മളാണെങ്കിൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ 100 രൂപയൊക്കെ കിട്ടിയ പൗഡർ ഇട്ട് തൂത്ത് പേഴ്സി വെച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്ന ഒരു സമയത്താണ്. അത് ഇച്ചിരി പൈസ കിട്ടിയ പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ തൂത്ത് നിവർത്തി സൂക്ഷിച്ച് വെക്കുന്ന ഒരു സമയത്താണ് കാശ് വാരി എറിയുന്നത്. ഒത്തിരി നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മനുഷ്യനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് ബാങ്ക്രപ്റ്റായെന്നൊക്കെ ഞാൻ കേട്ടു. രാത്രി ഞാൻ ഒത്തിരി വർഷം കഴിഞ്ഞ് ഞാൻ രാത്രി ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു രാത്രി 12 മണി കഴിഞ്ഞു തട്ടുകടയുടെ മുമ്പിൽ പുള്ളി ഇങ്ങനെ നിൽക്കുന്നു. പഴയ പുള്ളിയല്ലേ, ഇട്ടേച്ച് പാനൊക്കെ. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ചോദിച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ കൂട്ടരെ പറഞ്ഞ് ഇങ്ങനെ വലിയൊരു ബാങ്ക് പ്രോബ്ലം ഒക്കെ ഉണ്ടായല്ലോ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഈ പുള്ളി എന്നോട് ചോദിക്കുക, യു മാൻ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മീ? യു നോ, I know how to control the situation. You know, I need just this phone. Through this phone I can make money. പുള്ളി പറഞ്ഞു, ഇത്ര ടൺസ്, പുള്ളിക്ക് ഭയങ്കര ബിസിനസ്സാണ്, ഇത്ര ടൺ സാധനമാണ് എക്സ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇത്ര സാധനം ഇത്ര കോടി രൂപയുടെ സാധനം എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമ്മീഷൻ ദാറ്റ് ഇറ്റ് സെൽഫ് കംസ് അറൌണ്ട് 20 to 30 lakhs of rupees and that money will be credited into my account within 2-3 weeks. Then things will be solved. അപ്പോൾ ഞാനിങ്ങനെ കേട്ട് നിൽക്കുക, എത്ര കോടി രൂപയുടെ ബിസിനസ് നടന്നു, ഇത്ര ലക്ഷം രൂപ ബാങ്കിലോട്ട് വരും, അപ്പോൾ എല്ലാം മാറും. ഇതെല്ലാം പറഞ്ഞിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒരു 50 രൂപ തരാമോ 2 ദോശ കഴിക്കാനോ? ഒരു 50 രൂപ തരാം 2 ദോശ കഴിക്കാനോ? എൻ്റെ മനസ്സിൽ ഇപ്പോഴും 2 ദൃശ്യം മറക്കത്തില്ല. ഒന്ന് പൈസ എറിയുന്നതും, മറ്റൊന്ന് ഒരു 50 രൂപ ചോദിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഞാൻ പഠിച്ചു, എന്തിൽ ആശ്രയിക്കരുത്?
ധനത്തിൽ ആശ്രയിക്കും. 2, ആരോഗ്യത്തിൽ ആശ്രയിക്കും. ആരോഗ്യം ഭയങ്കര ഇന്ന് കോൺഷ്യസാണ്. ഈ നമ്മുടെ പിള്ളേരൊക്കെ, എനിക്കിപ്പോൾ സത്യത്തിൽ പല പിള്ളേരെയും പേടിയാണ്. ഇവർ ഓവർ ഡയറ്റാണ്. പല പിള്ളേരും ലെസ് കാർബോ മോർ പ്രോട്ടീൻ. അത് പ്രോട്ടീനൊക്കെ ഈ തൂക്കിയൊക്കെ കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെ കഴിച്ച് ജീവിക്കാനൊക്കെ ഇത്ര ഗ്രാം പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ച് നോക്കാം. പിള്ളേരെ കാർബൊക്കെ കഴിക്കണം. ഏലിയാവിന് ദൈവം എന്തോ കൊടുത്തു? അപ്പം എന്തായിരുന്നു? ഇറച്ചി എന്തുമായിരുന്നു? രണ്ടും കഴിക്കണമെന്ന് പഠിപ്പിച്ചാരാ? കർത്താവാണ്. ഇച്ചിരി പച്ചവെള്ളം കൊടുത്തു. തോട്ടിലെ എന്താ കുടിച്ചു? വെള്ളം കുടിച്ചു. നല്ലപോലെ ഇച്ചിരി കാർബ് കഴിക്കുക, ഒത്തിരി നല്ല പ്രോട്ടീൻ കഴിക്കുക, പെപ്സി കുടിക്കാതെ തോട്ടിലെ പച്ചവെള്ളം കുടിക്കുക. ദീർഘനാൾ എന്ത് ചെയ്യുക? ജീവിക്കുക. അതാണ് ഏലിയാവിന് കൊടുത്ത ഡയറ്റ്. നമ്മൾ ഡയറ്റെല്ലാം നോക്കാം, വേദവസം പഠിച്ചാൽ മതി. എത്ര നേരം കഴിച്ചു? 2 നേരം മതി, ജീവിക്കും. പക്ഷേ മനുഷ്യന് ഭയങ്കര ഓവർ പ്രോട്ടീനില്ല, ഓവർ ഡയറ്റില്ല. ഡയറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഭയങ്കര ഓടി ചാടി നടക്കുന്ന പയ്യന്മാരെ ചിലപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. 4 മണിക്ക് എഴുന്നേറ്റ് ഓടാൻ പോയവനെ വണ്ടി ഇടിച്ച് ചത്തുപോയെന്ന് കേട്ടപ്പോൾ സങ്കടമായിപ്പോയി. അവൻ ഉറങ്ങാതെ കിടന്നായിരുന്നെങ്കിൽ, ഓടാതെ കിടന്നായിരുന്നെങ്കിൽ അവനൊരു 10-25 വയസ്സ് വരെ സുഖമായിട്ട് എന്ത് ചെയ്തേനെ? ജീവിച്ചേനെ. 4 മണിക്ക് അവൻ ഓടിയത് എന്ന് ജീവിക്കാനാ? 65 ജീവിക്കാനല്ലേ 40 ഓടിയത് അല്ലേ? അപ്പം ആരോഗ്യത്തിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. ആരോഗ്യത്തിൽ ആശ്രയിക്കരുത്, സമ്പത്തിൽ ആശ്രയിക്കരുത്, സൗന്ദര്യത്തിൽ ആശ്രയിക്കരുത്. ദൈവം അതിനാണ് ഒരു കൗണ്ടർ കൾച്ചർ നമുക്ക് തന്നു. എല്ലാം കർത്താവ് ഇങ്ങനെ ഉപേക്ഷിച്ചു. ഹി എംപ്റ്റീഡ് എവറിത്തിങ് ആൻഡ് ബിക്കം എ പുവർ. എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കൂടെ നടന്നു. എന്നും അധികാരികളും രാഷ്ട്രീയക്കാരും എല്ലാം പാവപ്പെട്ടവരുടെ കാര്യം പറഞ്ഞാലും ആരുടെ കൂടെ നടക്കുക? ധനവാനോട്. ഏത് വികസനം ഇവിടെ വന്നാലും ആർക്ക് വേണ്ടിയാണ്? ഒരു പരിധി വരെ ആർക്ക് വേണ്ടിയാണ്? ധനവാനും വേണ്ടിയും ബിസിനസ്സുകാർക്കും വേണ്ടിയാണ്. പക്ഷേ പാവപ്പെട്ടവരുടെ കൂടെ ചേർന്ന് നടന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. ആ ക്രിസ്തു പറഞ്ഞു, ഞാൻ ആരായി മാറി? ദരിദ്രനായി മാറി. എന്തിനാ? നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തില് 20-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദരിദ്രരായ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാർ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ദരിദ്രരായ നിങ്ങൾ ആരാ? ഭാഗ്യവാൻ. എന്നോട് പറഞ്ഞേ, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അല്ലേ? ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളെ എല്ലാവരും നിന്ദിക്കുമ്പോൾ നിങ്ങൾ ആരാണ്? ഭാഗ്യവാൻ. പക്ഷേ ഇച്ചിരൂടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം താഴെ പറയുന്നുണ്ട്. സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം അല്ലേ? തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം അല്ലേ? അപ്പം നിങ്ങളെ എല്ലാവരും പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. 2 ഗോ ടു യു. ആർക്കാണ് അയ്യോ കഷ്ടം? സമ്പന്നർക്ക് അയ്യോ കഷ്ടം അല്ലേ? സമ്പന്നർക്ക് അയ്യോ കഷ്ടം, തൃപ്തർക്ക് അയ്യോ കഷ്ടം, ചിരിക്കുന്നവർക്ക് അയ്യോ കഷ്ടം അല്ലേ? സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ. അതെങ്ങനെ നമ്മൾ കാണുന്നത്? ഒരു കൗണ്ടർ കൾച്ചറാണ്. കാരണം കരച്ചിൽ മാറ്റാൻ വേണ്ടിയാണ് മനുഷ്യൻ കോമഡി കാണുക. കോമഡി എല്ലാം കാണുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയാ? ചിരിക്കാൻ വേണ്ടി, വെറുതെ ചിരിക്കാൻ വേണ്ടി. ചിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. അപ്പം ചിരിക്കുന്നവരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടം, തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് ക്രിസ്തു അവിടെ പറയുമ്പോൾ അത് ആടെയൊക്കെ മനസ്സിൽ തടഞ്ഞേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു പറഞ്ഞു, ദരിദ്രരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നല്ല, ദരിദ്രരായ നിങ്ങൾ ആരാ? ഭാഗ്യവാന്മാരാ. എനിക്ക് ആ വാക്ക് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്താറുണ്ട്. ദരിദ്രനൊരിക്കലും ഭാഗ്യവാനല്ല, അരക്ഷിതാവസ്ഥയാണ് ദാരിദ്ര്യം. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം മാറ്റാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുക. പക്ഷേ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഞാൻ വീണ്ടും ഒരു കഥ പറയാം, ഓർക്കാൻ വേണ്ടി സന്ദർഭോചിതമായിട്ട് പറയുക. കോളേജിൽ പഠിക്കുന്ന സമയം, അന്ന് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കയറിയാൽ എന്തുകൊണ്ട് കഴിക്കാൻ ചോദിക്കും. കഴിക്കാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ ഐ എം ടോക്കിങ് നോട്ട് ഇൻ അമേരിക്കൻ കോൺടെക്സ്റ്റ്, ഇൻ ഇന്ത്യൻ കോൺടെക്സ്റ്റ്. മൈ സ്റ്റോറീസ് ആൻഡ് എവറിഥിങ് മെജോറിറ്റി ദാറ്റ് വിൽ കം ഫ്രം ഇന്ത്യൻ കോൺടെക്സ്റ്റ്. അപ്പം നമ്മൾ ഇന്ന് കോളേജിലോട്ടൊക്കെ പോയിട്ട് എന്തുകൊണ്ട് കഴിക്കാൻ ചോദിക്കുമ്പോൾ അവർ പറയും, പൊറോട്ട ഉണ്ട്, ദോശയുണ്ട്, അപ്പമുണ്ട്,
ചോറുണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്. അതിനടുത്ത് നമ്മൾ ചോദിക്കും കറി എന്തുണ്ട്, കറി തുടങ്ങുന്നത് എവിടുന്നാണ്? മട്ടനുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, പിന്നെ മുട്ടയുണ്ട്, ബീഫ്. ഇതാണ്ട് 5-6 പേര് പറയും ഓരോന്നിൻ്റെ. എന്നിട്ട് അവസാനം പറയും വെജിറ്റബിൾ കുറുമയുണ്ട്. നമ്മൾ ഒടുവിൽ പറയും പൊറോട്ടയും ഇച്ചിരി ചാറും തരാൻ പറയും. കാരണം ഇവർ ഈ മട്ടൻ തൊട്ടിങ്ങോട്ട് കറിയുടെ കണക്ക് പറഞ്ഞിട്ട് അവസാനം എന്താ പറയുന്നത്, വെയിറ്റുകൾ കറി. നമ്മളറിയും പൊറോട്ടയും 2 ഇച്ചിരി ഉള്ളിച്ചാറും തരാം. കാരണം നമുക്ക് എന്തിനുള്ള പൈസയില്ല. അല്ല, ഞാൻ ഉള്ളതായിട്ട് ചോദിച്ചോട്ടെ, പൊറോട്ടയും ഉള്ളിച്ചാറും കഴിച്ചിട്ടുള്ളവരൊന്ന് കൈ പൊക്കാം. വേണ്ട, അത് കണ്ടിട്ട് നിങ്ങൾ കണ്ടില്ല. അതാണ് ദരിദ്രരായി നിങ്ങളിതൊന്നും കണ്ടിട്ട്, സമ്പന്നരായി നിങ്ങളിതൊന്നും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. മോളെ എന്തോ ഉണ്ടെന്ന് ചോദിച്ചിട്ട് 2 ചോട് പൊറോട്ടയും ഇച്ചിരി ഉള്ളി ചാറ്. കാരണം ഉള്ളിച്ചാറിന് എന്തോ കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട. കറിക്കാണ് പൈസ, പൊറോട്ടയ്ക്കല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഉള്ളിച്ചാറ് കിട്ടുന്ന പൊറോട്ടയും ഉള്ളിച്ചാറും കൂട്ടുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വന്നിട്ട്, അവനങ്ങ് ഭയങ്കര വിദേശത്ത് പോയതാണ്, ചെറുപ്പത്തിൽ പോയതാണ്. പക്ഷേ കുറച്ചാളൊക്കെ നാട്ടിൽ പഠിച്ചിട്ട് വിദേശത്ത് പോയിട്ട് വന്നോ. അവൻ്റെ അപ്പൻ ഇമ്മൻസ്ലി റിച്ച് ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ അമ്മോ, ഇവൻ വന്ന് കാശിട്ടങ്ങ് അറുവാണിക്കുക. പിള്ളേർക്കെല്ലാം പെപ്സി മേടിച്ചു കൊടുക്കുന്നു, എന്താ ഇവിടെ കഴിക്കട, പൊറോട്ട മേടിച്ചു കൊടുക്കുന്നു, ബീഫ് ഫ്രൈ മേടിച്ചു കൊടുക്കുന്നു. ഇവൻ പൈസ ഇട്ട് അങ്ങ് കളിക്കുക. ഇവൻ രാവിലെ ഒരു കാറേ വരും, പിന്നെ ഒരു ബുള്ളറ്റേ വരും, പിന്നെ ഒരു ജീപ്പേ വരും. ഇവൻ പൈസ ഇട്ട് അങ്ങ് ആറുമാതിക്കുക. ഇത് കണ്ടപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഉദ്ദേശിക്കുഞ്ഞേ ഇനി വന്നേ, എന്നപ്പനെ ഉദ്ദേശിച്ചത് കാണടാ, കാണടാ, പൈസ ഇട്ടെറിക്കുന്നത് കണ്ടാ തമ്പുരാൻ ഇവൻ്റെ തലയിലൊക്കെ വരച്ചത് നമ്മുടെ എവിടെങ്കിലും ഒന്ന് വരച്ചായിരുന്നെങ്കിൽ. തമ്പുരാൻ ഇവൻ്റെ തലയിലൊക്കെ വരച്ചത് നമ്മുടെ എവിടെങ്കിലും ഒന്ന് വരച്ചായിരുന്നു, നമ്മൾ രക്ഷപ്പെട്ടു പോത്തില്ലായിരുന്നടാ. കഴിക്കടാ പൊറോട്ട ഉള്ളിച്ചാറ്. അപ്പോൾ പൈസ ഉള്ളവർ ആരാണ്? ഭാഗ്യവാന്മാരാണ്. പക്ഷെ ക്രിസ്തു പറയുന്നു ദരിദ്രരായ നിങ്ങൾ ആരാ? ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ്? അത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഒരു വാക്ക് വ്യത്യാസപ്പെടുത്തി പറയുന്നുണ്ട്. 2 കോണ്ടസ്റ്റാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ശിഷ്യരെ വിളിച്ചിട്ട് പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അവിടെ ദോസ് ആർ പൂവർ ഇൻ സ്പിരിറ്റ്. പക്ഷേ ഇവിടെ സ്പിരിച്വൽ പോവർട്ടി അല്ല പറയുക, ഫിസിക്കൽ ദാരിദ്ര്യം തന്നെയാണ്. ദോസ് ബ്ലസ്ഡ് ആർ ദ പൂവർ എന്നാണ് ലൂക്കോസ് പറയുക. അത് സമതല പ്രഭാഷണമാണ്, മറ്റേത് ഗിരിപ്രഭാഷണമാണ്. ഒന്ന് സർമൺ ഓൺ ദ മൗണ്ട്, മറ്റേ സർമൺ ഓൺ ദ വാലി. ഇവിടെ പറയുന്നു ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാൻ. എന്തുകൊണ്ടാണ് ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരാന്ന് ക്രിസ്തു പറയുക? അരികവൽക്കരിക്കപ്പെട്ടവരുടെയും ദരിദ്രൻ്റെ കൂടെ ജീവിച്ച ദരിദ്രനായി തീർന്ന ക്രിസ്തു അങ്ങനെ പറയുന്നതിനൊരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിനെ നമുക്ക് രുചിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ സമ്പന്നതയിലാണോ ദാരിദ്ര്യത്തിലാണോ? നമ്മുടെ സമ്പന്നതയിലാണോ ദാരിദ്ര്യത്തിലാണോ? ദാരിദ്ര്യം നിഷേധിക്കാനൊക്കാത്ത ഒരു സത്യമാണ്. നമ്മൾ പറയും സമ്പന്നത നമ്മൾ കർത്താവിനെ എല്ലാ കാലത്തും സ്തുതിക്കുമെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ദാരിദ്ര്യത്തിലാണ് നമുക്ക് ആരെ അറിയാൻ കഴിയുക? ക്രിസ്തുവിനെ അറിയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്നെ അനുഭവിക്കാൻ കഴിയും, കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കർത്താവ് സമ്പന്നർക്കെതിരല്ല. കർത്താവ് സമ്പന്നനോട് പറഞ്ഞു, സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പോകുന്നത് ഒട്ടകം. എന്നിട്ടും കർത്താവ് പറഞ്ഞു, ദൈവത്തിനൊരു കാര്യം എന്തല്ല, അസാധ്യമല്ല. സമ്പന്നനെ സൂചിക്കൂടെയും എവിടെ കൊണ്ടുപോകും? സ്വർഗത്തിൽ കൊണ്ടുപോകും. അപ്പോൾ എന്നിട്ട് കർത്താവ് പറയുകയാണ്, ദരിദ്രൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ, ദാരിദ്ര്യം എന്നുള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിൽ വരുമ്പം സാധാരണയായി നമ്മുടെ മനസ്സിൽ വരുന്നതെല്ലാം സാമ്പത്തികമായ ഒരു ദാരിദ്ര്യം. സാമ്പത്തികം മാത്രമാണോ ദാരിദ്ര്യം? അല്ല. സാമ്പത്തികമായി ഭദ്രതയുള്ള പലരും മറ്റു പല വിഷയത്തിൽ എന്താ ദരിദ്രം, അല്ലേ? മറ്റു പല വിഷയത്തിൽ ദരിദ്രം. ഞാൻ ദാരിദ്ര്യത്തിൻ്റെ എന്നെ ദൈവം മനസ്സിലാക്കി തന്ന ചില മേഖലകളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് യാത്ര ചെയ്യാം. അതിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ചിലരുടെയെങ്കിലുമൊക്കെ അനുഭവങ്ങൾ അതുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനൊക്കെ വേദപുസ്തകം എപ്പോഴും നമ്മോട് സംസാരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ള പൈസയുള്ള ഒത്തിരി സമ്പന്നര് മറ്റു പല മേഖലയിലും ദരിദ്രരാണ്. ചിലർ മാനസികമായിട്ട് ദരിദ്രരാണ്. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? പ്രത്യേകിച്ച് പണ്ട് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ പീരീഡ് എന്നൊക്കെ പഠിച്ചു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് ശേഷമെന്ന് പഠിച്ചു. AD എന്നും BC എന്നും പഠിച്ചു. അതുപോലൊരു കാലം ഇനിയും വരും. കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് ഇറയിൽ ഒത്തിരി മാറ്റം ഉണ്ടായി. പോസ്റ്റ് കോവിഡ് ഇറയിൽ ഉണ്ടായ മാറ്റമാണ് പിള്ളേരെല്ലാം എന്ത് പഠിത്തം ആരംഭിച്ചു? ഓൺലൈൻ. സഭകളെല്ലാം എന്തിലോട്ട് പോയി? ഓൺലൈൻ മീറ്റിങ്ങിലോട്ട് പോയി. കോവിഡ് പോയിട്ടും ആരും വന്നില്ല. പലയിടത്തും ഓൺലൈൻ മീറ്റിംഗ് തുടങ്ങുന്നത് പോലും എന്തിനു ശേഷമാണ്? കോവിഡിന് ശേഷമാണ്. അതാണ് സത്യത്തിൽ അവിടെ സംഭവിക്കും. ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങളുണ്ടായി വലിയൊരു മാറ്റമാണ് മാനസികമായ ദാരിദ്ര്യം ഉണ്ടായി. ഇന്ന് നിങ്ങൾ
ശ്രദ്ധിച്ചാൽ അറിയാം, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് അങ്ങ് സ്വാഭാവിക ഒരു വാക്കായി. പനി പോലെ തന്നെയാണ് ആൾക്കാർക്ക് എന്ത് വരിക? ഡിപ്രഷൻ വരിക. സത്യമാണോ? അല്ലേ? ഡിപ്രഷൻ കൂടിയിട്ട് എന്തെല്ലാം കാണിക്കുക. നല്ല മിടുക്കര് പിള്ളേർ. സത്യത്തിൽ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് മിടുക്കും കഴിവും ഉള്ളവരാണോ ഒരു കഴിവും ഇല്ലാത്തവരാണോ? നല്ല കഴിവുള്ള പിള്ളേർ, നല്ല പഠിത്തമുള്ള പിള്ളേർ, നല്ല എംടെക്കും MBAയും ഡോക്ടറേറ്റും ഒക്കെ എടുത്തൊക്കെ നമ്മളപ്പം പറയുന്നൊരു വാക്കുണ്ട്, ബുദ്ധി കൂടി എന്താ പിടിച്ചു. കേട്ടിട്ടുണ്ടോ വാക്ക്? ബുദ്ധി കൂടി എന്താ പിടിച്ചു? വട്ട് പിടിച്ചു. വായിച്ച് വട്ട് പിടിച്ചു. അതുകൊണ്ടാണ് സത്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണ. പുസ്തകങ്ങൾ ഓരോന്നുണ്ടാക്കുന്നതിന് അതിരില്ല. അപ്പോൾ എല്ലാം കൂടെ വായിച്ച് പോകുന്നവരുണ്ട്. അതും ഒരു സത്യ. അപ്പോൾ മാനസികമായ ദാരിദ്ര്യത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ്. ഇന്നത്തെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാനസികമായ ദാരിദ്ര്യം. ആത്മഹത്യ ചെയ്യുന്ന മക്കൾ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. 10ാം ക്ലാസ് 11ാം ക്ലാസ്സിൽ പിന്നെ റിസൾട്ട് വരുന്ന കൊച്ചൻ 6 അടി പൊക്കമുണ്ട കൊച്ചൻ, 6 അടി പൊക്കം. അവനൊരു ഭയം, റിസൾട്ട് വരുമ്പോൾ തോറ്റുപോയാൽ മതി. നല്ലൊരു ദൈവവിശ്വാസിയാണ്. അവൻ്റെ അപ്പനും ഞാനുമായിട്ട് വളരെ അടുപ്പമാണ്. അവൻ അമ്മയെ ചെന്ന് കണ്ട് അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു. രാവിലെ എന്ന് അമ്മയെ കണ്ടിട്ട് അമ്മയെ കൊണ്ട് പോയി കാൻറ്റീനിൽ നിന്ന് ഏത്തയ്ക്കാപ്പൊരിയും ചായവും മേടിച്ച് വയറ് നിറച്ച് കഴിച്ചിട്ട് തിരിച്ചു വന്ന് കൂട്ടുകാർക്ക് ലൈവ് ഇട്ട് തൂങ്ങിച്ചത്തു. ഈ കൊച്ചൻ എന്തിനാ അത് ചെയ്തേ? സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡില്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കേട്ട ചില സംഭവങ്ങൾ, വെറും ഇത്ര ചെറിയ കടത്തിനൊക്കെ ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്തേ? ഒറ്റക്കാരിയാ. അവർക്ക് എന്ത് ബലമില്ല. മാനസിക ദാരിദ്ര്യ. ശരിയല്ലേ? മാനസിക ദാരിദ്ര്യത്തിലാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ആത്മഹത്യ പോസ്റ്റ് കോവിഡ് റൈൽ കൂടുകയാണോ കുറയുകയാണോ? കൂടുക. 2, വിശ്വാസികളുടെ ഇടയിൽ പേര് പറയാത്തൊരു കാര്യമായിരുന്നു എന്ത്? ആത്മഹത്യ. നമുക്ക് ആത്മഹത്യക്കെതിരാ. ഒറ്റ കാര്യമാണ്, ജീവൻ കൊടുക്കാനൊക്കാത്ത ഒരാൾക്ക് എന്തിന് അവകാശമില്ല? ഒന്നിനെ പറഞ്ഞ് ജീവൻ കൊടുക്കാൻ. വി കാൻ ഗീവ് ദ ലൈഫ്. നമുക്ക് ജീവൻ കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ എന്തിന് അവകാശമില്ല? ജീവൻ എടുക്കാൻ അവകാശമില്ലാത്ത നമുക്ക് ജീവൻ കൊടുക്കാൻ അധികാരമുണ്ടോ? ഇല്ല. പറഞ്ഞേ, ജീവൻ കൊടുക്കാൻ എന്തില്ല? അധികാരമില്ല. ഒന്നിനെ പറഞ്ഞ് ജീവൻ കൊടുക്കാൻ അധികാരമില്ല. കാരണം നമുക്ക് ജീവൻ കൊടുക്കാൻ ഒക്കുമോ? ഇല്ല. അങ്ങനെയാണ് ഇവിടെ എല്ലാം മക്കളില്ലാത്ത ആരും കാണത്തില്ലായിരുന്നു. എന്തിനാ മക്കൾക്ക് വേണ്ടി ഇത്രയും ട്രീറ്റ്മെൻറ്റ് പോകുന്നത്? എന്തുമാത്രം കാശ്, എന്തുമാത്രം ട്രീറ്റ്മെൻറ്റ് ഓരോരുത്തരും ചെയ്യുന്നത്? ഒറ്റ കാര്യമാണ്, ജീവൻ കൊടുക്കാൻ മനുഷ്യർക്ക് എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. പിന്നെന്തിനാ ജീവൻ എടുത്തത്? ഒറ്റ കാര്യമാണ്, മെൻ്റൽ പോവർട്ടി. മാനസികമായ ഒരു ദാരിദ്ര്യം. മാനസികമായ ദാരിദ്ര്യം ഇതൊക്കെ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലാണ് സംഭവിക്കുക. സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലാണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക. ഞാൻ നടന്നൊരു സംഭവം പറയാം. ഈ സംഭവങ്ങൾ പറയുന്നത് എന്താണെന്നറിയാം, കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ കുറേ പിള്ളേർ ആത്മഹത്യ ചെയ്തെന്ന് കേട്ടപ്പോൾ എന്നോട് 2 പേര് പറഞ്ഞു, ആത്മഹത്യക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്തണം, ചെറിയ കാര്യമല്ല. അപ്പം ഞാൻ ആത്മഹത്യക്കെതിരെ പഠിക്കാൻ ശ്രമിച്ചു. ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഒരുങ്ങുക. അപ്പം ഞാൻ ഈ പ്രഭാഷണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നു. എന്താ കണ്ടു ചോദിച്ചു, എന്താണ് പുതിയ വിഷയം? ഞാൻ പറഞ്ഞു, ആത്മഹത്യയെക്കുറിച്ച് പഠിക്കും. അപ്പം പുള്ളി ഒരു കഥ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലുണ്ടായതാണ്. റാന്നിയുടെ അങ്ങ് കിഴക്കേ ഏരിയയിൽ ഒരുത്തൻ ഇങ്ങനെ അവന് ഇച്ചിരി മാനസിക പ്രശ്നമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവനൊരു വനത്തിൽ കയറിപ്പോയി. കയറും എടുത്തുകൊണ്ട് തൂങ്ങിച്ചാകാൻ പോയത്. തൂങ്ങിച്ചാകാൻ വേണ്ടി വനത്തിന് അവിടെ ഒരു പറങ്കി അവൻ കണ്ടുവച്ചിരുന്നു അവത്തെ തൂങ്ങിച്ചാകാൻ പോയപ്പോഴാണ് ഇവന് വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നി. വയറ്റിൽ നിന്ന് പോകണം തോന്നിയപ്പോൾ അവൻ്റെ പാറയെ പോയിരുന്ന ആഘോഷമായിട്ട് വയറ്റിൽ നിന്ന് പോയി. വയറ്റിൽ നിന്ന് പോയപ്പോൾ ഇവൻ ഓർത്തു, ഈ കോലത്തിൽ പോയി തൂങ്ങിച്ചത്ത അഴിക്കുന്നവർക്ക് നാളത്തില്ലേ, എന്നാൽ പിന്നെ താഴെ ഒരു തോടുണ്ട്, അവിടെ പോയി കുളിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇവൻ വയറ്റിൽ നിന്ന് പോയി കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഇവൻ ചാകുന്ന കാര്യം മറന്നുപോയി. ഇവൻ ഈ കയറ് എടുത്തുകൊണ്ട് പോയപ്പോൾ ഒരാൾ ചോദിച്ചു, എവിടെ പോയാണോ? അയ്യോടോ, ഞാൻ തൂങ്ങിച്ചാകാൻ പോയാന്ന് പറഞ്ഞു. ആ കയർ അയാൾ മേടിച്ചിട്ട് അയാളുടെ കടയിൽ പഴക്കല കുട്ടി. ഇപ്പോഴും ആ കയറെ എന്തോ തൂങ്ങുന്നുണ്ട്. ആ സമയത്ത് അവനൊന്ന് വയറ്റിൽ നിന്ന് പോയില്ലായിരുന്നു, അവൻ തൂങ്ങിച്ചത്തേന്. ഈ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ഒന്ന് വയറ്റിൽ നിന്ന് പോയാൽ മതി, ആ ചിന്ത അങ്ങ് മാറും. അത്രയേ ഉള്ളൂ ആത്മഹത്യ. പക്ഷെ ആ സമയത്തോ ഒരാൾ വിളിച്ചില്ലെങ്കിൽ, എനിക്കനുഭവമുണ്ട്, ആ സമയത്ത് വിളിച്ചപ്പം സമയത്ത് ചെന്നപ്പോൾ രക്ഷപ്പെട്ട ഒത്തിരി സംഭവങ്ങൾ എൻ്റെ അറിവിലുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലാണ് ഇത് കൊണ്ടിരിക്കുക. ഒറ്റ കാര്യമാണ്, അവരുടെ എന്ത് നഷ്ടപ്പെടുക? മാനസിക ബലം എന്ത് ചെയ്യുക? നഷ്ടപ്പെടുക. മാനസിക ബലം നഷ്ടപ്പെടുമ്പോൾ മനസ്സെന്ന് പറയുന്നത് ഒരു നൂൽപ്പാലമാണ്, ഒരു ചെറിയ നൂൽപ്പാല. പണ്ട് നമ്മളൊക്കെ പറയും, ആൺപിള്ളേർ പെൺപിള്ളേരെ വഞ്ചിച്ചിട്ട് പോകുമ്പോൾ പെൺപിള്ളേർക്ക് ഭയങ്കര സങ്കടമൊക്കെയാണ്.
ഇപ്പം നേരെ തിരിച്ചാ. നൈസായിട്ട് പെൺപിള്ളേർ, ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു ഭാഷയുണ്ട്, തേച്ചിട്ട് പോകും. തേച്ചിട്ട് പോയി എത്ര പിള്ളേർ ഡിപ്രഷനായി പോയെന്നറിയാം. ഒരു പയ്യൻ രാത്രി എന്നെ കരഞ്ഞുകൊണ്ട് വിളിച്ചു, അങ്കിളെ എവിടെയാണ്? ഞാൻ പറഞ്ഞു എന്നോട് കരയുക, എനിക്കൊരു പരിചയമില്ല. രാത്രി 1:30 മണി. ഞാൻ പറഞ്ഞു ഞാൻ മലബാറിന് പോവാം. ഇവനും പറഞ്ഞു ഞാനും മലബാറിന് വരാം. അപ്പം ഇവൻ ഫോൺ വെച്ച് കരയുക. ഇപ്പം ഞാൻ ഈ കരച്ചിലെല്ലാം കേട്ടോണ്ട് വണ്ടി ഇങ്ങനെ ഫോൺ കണക്റ്റഡ് ആയിരുന്നു, ഡിവൈസ്. വണ്ടി ഓടിച്ച് എൻ്റെ പയ്യൻ പറഞ്ഞു, ചേച്ചാ സാരമില്ല, അവൻ പന്നിക്കുളെ പഠിക്കുന്നത്, അത് കാര്യമില്ല. അവനെ കേട്ടിട്ട് മിക്കവാറും തേപ്പ് കിട്ടിയതാണ്, ആദ്യത്തെ തേപ്പായതുകൊണ്ടാണ്. രണ്ടും കിട്ടുമ്പോൾ ശരിയായിക്കോളും. തേപ്പൊക്കെ കിട്ടിയ പിള്ളേരൊക്കെ ഡിപ്രഷനായിപ്പോയി. അപ്പം മനുഷ്യരുടെയൊക്കെ പ്രശ്നം എന്ത് ബലമില്ല? മാനസിക ബലമില്ല. മാനസിക ബലം ഇല്ലാത്തവൻ ആരാ? ദരിദ്രനാ, മാനസികമായ ദാരിദ്ര്യ. അവർക്ക് ഭ്രാന്തിൻ്റെ ലോകത്തേക്ക് പോകാം. ഒരു മനുഷ്യനെ അപമാനിക്കാൻ ഏറ്റവും വലിയൊരു വാക്കുണ്ട്, എന്ത് വിളിച്ചാൽ മതി? ഭ്രാന്താന്ന് വിളിച്ചാൽ മതി. ഭ്രാന്ത, നിന്റെ തള്ളയ്ക്ക് വട്ട പറയത്തില്ലേ? കെട്ടിയോമാരാണെങ്കിലും ദേഷ്യം പറ്റാൻ പറയും, ഇതിനും വട്ട, ഇതിൻ്റെ തള്ളയ്ക്കും വട്ട. വട്ട് പിടിച്ച വർഗത്തെ കൊണ്ടുവന്ന് നമ്മുടെ തല എന്ത് ചെയ്തു? കെട്ടിവെച്ച്. വട്ട് പിടിച്ച വർഗത്തെ നമ്മുടെ തല കെട്ടിവെച്ചു എന്ന് പറയുമ്പോൾ വല്ലാതെ നോവും. കാരണം ഒരു മനുഷ്യനെ അപമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വാക്കാണ് എന്ത് വിളിക്കുക? ഭ്രാന്താന്ന് വിളിക്കുക. ഭ്രാന്താന്ന് ഒരുവനെ വിളിച്ചാൽ നോവുന്ന ഒരാളുണ്ട്, ക്രിസ്തുവ. കാരണം അതിൻ്റെ നൊമ്പരം അറിയാവുന്ന ഒറ്റയാൾ ക്രിസ്തുവ. നല്ല യൗവനത്തിൽ ആൾക്കാർ വിളിച്ചു, ഇവനും ആരാ? ഭ്രാന്ത, ഇവൻ ബെയൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും എന്ന് പറഞ്ഞു വന്നത് സ്വന്തക്കാർ, അവൻ്റെ ചാർച്ചക്കാർ വന്നു അവനെ പിടിച്ചു കെട്ടാൻ. ഇവൻ ഹീസ് ബിസൈഡ് ഹിംസെൽഫ്, അവന് ഭ്രാന്ത, അവനെ കെട്ടണം. ഒരുവനെ ഭ്രാന്താന്ന് വിളിക്കുമ്പോൾ നൊമ്പര, ആ നൊമ്പരം അറിയാവുന്ന ഒരാളുണ്ട്, ക്രിസ്തുവ. പെന്തക്കോസ്ത് സമൂഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് പ്രാർത്ഥിക്കായിരുന്നു ഭ്രാന്തന്മാരെ. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലുള്ള ഒത്തിരി എണ്ണവും ഇന്നല്ല, ആദ്യകാല സമൂഹത്തിൽപ്പെട്ട മിക്കതും എന്ത് മാറിയതാ? വട്ട് മാറിയ. ഞാനിത് പറയുന്നത് സത്യമാണെങ്കിൽ ഒന്ന് ആമേൻ പറയാം. പ്രായമുള്ളവർ പറയും ആണോ? പിടിച്ചു കെട്ടിക്കൊണ്ടിടുക. ഞങ്ങളുടെ വീട്ടിലൊരു പയ്യനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ടു, എനിക്ക് ഓർമ്മയുണ്ട്. അവനെ ഉപദ്രവിക്കുമായിരുന്നു എല്ലാവരും. അവനെ ഉപദ്രവിച്ചപ്പോൾ അന്നുള്ള പിള്ളേരെല്ലാം കൂടി പിടിച്ചു കെട്ടി, കയ്യും കാലും പുറമോട്ട് വെച്ച് കെട്ടി. ഞാനും കൊണ്ട് കെട്ടാൻ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുക. കെട്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലാസറിൻ്റെ കല്ലറയ്ക്ക് പെങ്ങന്മാർ ഇന്നോല്ലേ, അവൻ്റെ പെങ്ങൾ നിന്ന് കരയുന്നത്, വെല്ലുവായി കരയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സ്വന്തം കൂടപ്പുറപ്പിനെ ഇങ്ങനെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് കരയുക. നമുക്കത് രസമാണ്, പക്ഷെ പെങ്ങൾക്കത് രസമാണോ? ഇല്ല. പെങ്ങൾ കരയുന്നതിൻ്റെ ഇന്നും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. അത്ഭുതം, ഭ്രാന്ത് മാറി. അന്ന് ആ സഹോദരന് ഒരു 10-20 വയസ്സ്, 21 വയസ്സേ ഉള്ളൂ. ഇതുപോലെ ടൈപ്പ് റൈറ്റിംഗ് കഴിഞ്ഞ് ഈ ഡൽഹിയിലൊക്കെ ജോലിക്ക് പോയതാണ്. ഡൽഹിയിലോ ബോംബെയിലും കണ്ടു പോയി. അവിടെ എല്ലാം ഞങ്ങൾ മാനസികമായിട്ട് ഡൗൺ ആയിപ്പോയതാണ്. പിന്നെ എല്ലാവരും കൂടെ പിടിച്ച് കെട്ടി നാട്ടിൽ കൊണ്ടുവന്നു. നാട്ടിൽ കെട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വന്നിടത്ത് അവിടെയും നാണക്കേടല്ലേ. പക്ഷെ അവിടെ നിന്ന് പെങ്ങൾ കരയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കാലം ഒത്തിരി മുമ്പോട്ട് പോയി. ഞാൻ കണ്ടൊരു കാഴ്ച, പിന്നെ ആ സഹോദരൻ വട്ടുമാറി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ അവർക്ക് മക്കളുണ്ടായി. ആ മക്കൾ വലിയവരായി. അവർ മാസ്റ്റേഴ്സ്, നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കിട്ടി. അന്നത്തേത് ഞാനും പാസ്റ്ററായി. അന്ന് പിടിച്ചു കെട്ടിയപ്പം ഞാനുണ്ട്. അതാ ഈ പെണ്ണിൻ്റെ ഈ സഹോദരൻ്റെ ഭാര്യയ്ക്ക് പോലും അതറിയില്ല. കാരണം അതൊക്കെ ഒരു ലൈഫിൽ നടന്ന ഒരു സംഭവം. ഈ സഹോദരൻ്റെ മകൻ്റെ കല്യാണം നടത്തുമ്പം ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ പേരൻസിനൂടെ എവിടെ വന്ന് നിൽക്കാം, അടുത്ത് വന്ന് നിൽക്കാം. മകൻ്റെ അടുത്ത് ഈ അപ്പം വന്ന് നിൽക്കുമ്പോൾ എൻ്റെ അകത്തുള്ളൊരു കൊള്ളിയാൻ മെന്നി. കാരണം ഈ അപ്പനെ പിടിച്ചു കെട്ടുമ്പം ഞാനും ഉണ്ടായിരുന്നു. ഈ അപ്പനെ പിടിച്ചു കെട്ടുമ്പം ഞാനും ഉണ്ടായിരുന്നു. ഇന്ന് മകൻ്റെ കല്യാണം നടക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി. കുഞ്ഞുങ്ങളെ സമർപ്പിക്കാൻ മുമ്പോട്ട് വന്നപ്പം ഗ്രാൻഡ് പേരൻസിനെ കൂടെ പിടിച്ചു. വല്യപ്പച്ചൻ വന്ന് ഗമയിൽ കൊച്ചുമകൻ്റെ സമർപ്പണത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആ വല്യപ്പച്ചനെ ഞാൻ പിടിച്ചു കെട്ടുന്നു. എനിക്കൊരു കർത്താവിനെ അറിയാം, മാനസികമായി ദരിദ്രൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവ്. ചെറിയൊരു നൂൽപ്പാലോ മനസ്സ്. നമ്മുടെ മക്കളെ കണ്ടിട്ടില്ലേ, പരീക്ഷയുടെയൊക്കെ കാണിക്കുന്ന വെപ്രാളമൊക്കെ. പരീക്ഷ തലേദിവസം കിടന്ന് വെപ്രാളപ്പെടുന്നത് പഠിച്ചവരാണോ? പഠിച്ചവരാ. പഠിക്കാത്തവർക്ക് ഒരു ടെൻഷനും ഇല്ലെന്നേ. ഞങ്ങൾ പിടിയിരിക്കൊക്കെ എഴുതുമ്പോൾ അളിയാ നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നിച്ച് ഇംഗ്ലീഷ് എഴുതണം.
എല്ലാവരും കൂടെ ഒന്നിച്ച് പാര കോളേജിൽ പോകാൻ വേണ്ടി തോറ്റവരുണ്ട്. കാരണം നമുക്ക് അടുത്ത വർഷം ഒന്നിച്ച് അടിച്ച് പൊളിച്ച് പോവാം, ഇംഗ്ലീഷൊക്കെ എഴുതാൻ എല്ലാം കൂടെ ഒന്നിച്ച് നോക്കുന്നവരുണ്ട്. അവർക്ക് ടെൻഷൻ ഉണ്ടാവും. ഇല്ല, ടെൻഷനുള്ള ആർക്കാ? പഠിച്ചവർക്ക്. എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? നമുക്കറിയത്തില്ല. ഭയങ്കര ടെൻഷനാണ് ഈ മക്കൾക്ക്, ഭയങ്കര ടെൻഷൻ. അപ്പോൾ തന്നെ ഈ ഭയം വന്ന് കയറും. ഭയം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാനൊക്കാത്തൊരു കാര്യമാണ്. ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളല്ല. ഞാൻ ഭയങ്കര പ്രശ്നങ്ങളിൽ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. അത് ഞാൻ എക്സാജറേഷൻ പറയല്ല. എൻ്റെ നേരെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഭയങ്കര വിഷയങ്ങൾ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ കൊച്ചായുസിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ഞാൻ. ഭയങ്കര വഴക്കും, അത് കൂളായിട്ട് നിൽക്കാൻ ദൈവം എനിക്ക് കൃപ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു രാത്രി എന്നെ ഭയം പിടിച്ചു. ഭയം പിടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഭീതിയാണ്. ആ ദുരാത്മാവുമായിട്ട് ഞാൻ പോരാടി. ഞാൻ എൻ്റെ ഹോളിൽ പോയി കിടന്നു. ബ്ലസ്സിയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഹോളിൽ പോയി പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു സഹോദരനെ വിളിച്ചു, പ്രാർത്ഥിക്കാൻ വരണം, നമുക്ക് കുറച്ച് നേരം രാത്രി പ്രാർത്ഥന. എനിക്ക് ഭയമാണ്, എൻ്റെ ഇടിപ്പിങ്ങനെ എനിക്ക് കേൾക്കാം. ഞാനങ്ങനെ ഭയപ്പെട്ടിരിക്കുക. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ആ സഹോദരൻ തിരിച്ചുപോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ വെളുപ്പിനെ അങ്ങ് പോയി. ഞാൻ പിന്നെ ഹോളിൽ തന്നെ ഇരുന്നു. പക്ഷേ ആ ഇരിപ്പിൽ ഞാൻ ഒന്നും മയങ്ങിപ്പോയി, ഉറങ്ങിയില്ല. ചെറിയൊരു മയക്കത്തിൽ ബ്ലസ്സി വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൻ്റെ മുറ്റത്ത് ആരോ നിൽക്കുന്നു. അദ്ദേഹം അച്ഛനെ കാണാൻ വന്നു. വെളുപ്പിനെ ആരപ്പോൾ ഈ കാണാൻ വന്നേ. നേരം വെളുക്കുന്നേ ഉള്ളൂ. ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു സഹോദരനാണ്, ഒത്തിരി നാൾ മുമ്പ് കണ്ട. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? ഒന്നുമില്ല, ഈ വെളുപ്പിനെ അല്ല പാർഷ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പൊന്നും കാണാൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്നാ ശരി, എന്നാ കയറി പെരയ്ക്കാത്തിരുന്നു. എനിക്കങ്ങ് ധൃതിയാണ്, ഞാനങ്ങ് പോവാം, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. അദ്ദേഹം പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് ഈ സഹോദരൻ എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ, ഭയപ്പെട്ടോ? ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? ഉള്ളത് പറ, പേടിച്ചോ? പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ പാട്ടപാട പേടിക്കുക. ഒരുതരം വിറയലും ഭയവും എന്നെ ബാധിച്ചു. എന്താണെന്ന് എനിക്കറിയത്തില്ല, അകാരണമായൊരു ഭയം. അദ്ദേഹം എന്നോട് പറഞ്ഞു, രാത്രി 2 മണിയായപ്പം ദൈവം എന്നെ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, എൻ്റെ മകൻ പ്രിൻസ് റാന്നി പേടിച്ചിരിക്കുക, നീ എന്ന് പറയണം, ഭയപ്പെടേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന്. ആ സഹോദരൻ സാധാരണക്കാരനൊരു സഹോദരൻ പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ ഞാൻ കണ്ടു എന്നിൽ നിന്ന് ആ ദുരാത്മാവ് വിട്ടുപോകുന്നത്. എനിക്കെന്നും അറിയാം, ദരിദ്രൻ്റെ ലോകത്ത് എന്നും ഉള്ള ഒരാളുണ്ട്. ആരാ? ക്രിസ്തുവ. ക്രിസ്തുവിൻ്റെ പ്രത്യേകത, അവൻ ദരിദ്രൻ്റെ ലോകത്താണ് ഉള്ളത്. ദരിദ്രൻ്റെ ലോകത്ത് ഒറ്റ ആളുണ്ട്, ക്രിസ്തുവ. എല്ലാവരും വട്ടാന്ന് വിളിക്കുമ്പോൾ ഭയങ്കര പാടാ കേട്ടോ. വട്ടില്ലാത്ത പയ്യന്മാരെ വട്ടാന്നും പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നവരുണ്ട്. വട്ടില്ലാത്ത പെണ്ണിന് വട്ടാന്ന് പറയുന്നവരുണ്ട്. പക്ഷേ മാനസികമായ ദാരിദ്ര്യത്തിൽ, അവൻ്റെ ദാരിദ്ര്യത്തിൽ സമ്പന്നനാക്കുന്ന ഒരു ക്രിസ്തുവിനെ എനിക്കറിയാം. Blessed are those who are poor because they can experience me. They can say experienced Christ. ഇന്ന് രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറക്കരുത്, ദരിദ്രനാരാ? ഭാഗ്യവാനാ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ദരിദ്രനാരാ? ഭാഗ്യവാനാ. എന്തുമാത്രം മാനസിക പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നവർ ദൈവത്തിൻ്റെ കൃപയാൽ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില പെൺകുട്ടികളുടെ ഓഡിയോ മെസ്സേജ് എൻ്റെ അകത്ത് എൻ്റെ ഫോണിലുണ്ടായിരുന്നു. മിടുക്കര. എങ്ങനെയൊക്കെ ഈ മെസ്സേജൊക്കെ കേട്ടിട്ട് അവരെന്നെ വിളിച്ചു. IT ഒക്കെ ജോലി ചെയ്യുന്നവർ, MNC കമ്പനിയിൽ. പക്ഷേ ടാർഗറ്റ് എല്ലാം കൂടെ വരുമ്പോൾ അവരെന്നെ വിളിക്കും, വർഷങ്ങളെ വേറെ ആരോടും പറയണമെന്നില്ല, പേടിയാ എനിക്ക് പേടിയാ. പക്ഷേ ആ മക്കളൊക്കെ ഇന്ന് വിവാഹമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാം, ദരിദ്രൻ്റെ ലോകത്തൂടെ നടക്കുന്ന ഒരു ക്രിസ്തു എന്നും ദരിദ്രൻ്റെ ലോകത്താ. കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. എല്ലാ ദാരിദ്ര്യത്തിലും അനുഭവിക്കാൻ കഴിയുന്ന ഒരു റിയാലിറ്റി ഉണ്ട്, ക്രിസ്തു. ഹി വാസ് ഓൾവേസ് വിത്ത് ദ ലാസ്റ്റ്, ഹി വാസ് ഓൾവേസ് വിത്ത് ദ ലീസ്റ്റ്, ആൻഡ് ഹി വാസ് ഓൾവേസ് വിത്ത് ദ ലോസ്റ്റ്. ദരിദ്രൻ. രണ്ടാമത്തെ ഒരു ദാരിദ്ര്യമാണ് ഇൻ്റലക്ച്വൽ പോവർട്ടി, ബൗദ്ധികമായ ദാരിദ്ര്യം. ബൗദ്ധികമായ ദാരിദ്ര്യം വലിയൊരു കാര്യമാണ്. നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് മിടുക്കുള്ള ലോകമാണ്. മക്കളെല്ലാം പഠിക്കുക, എന്തോ മക്കൾ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിപ്പം ഗ്രാജുവേറ്റ് കഴിഞ്ഞു, ഹയർ സ്റ്റഡീസിന് പോവുകയാണ്. പിന്നെ അതിലൂടെയൊക്കെ ഇച്ചിരി ഗമേല പറയുക, മെഡിസിന് പഠിക്കുകയാണ്. അതൊക്കെ പറയുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഒരു കോളറൊക്കെ ഒന്ന് കുലുക്കിയൊക്കെ ഇടും. മക്കളൊക്കെ സത്യമല്ലേ, മക്കൾ മെഡിസിന് പഠിക്കുന്നു, എൻജിനീയറാണ്, ഷീ ഈസ് വെരി ഗുഡ് ഇൻ സ്റ്റഡീസ്.
എയർലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് എല്ലാം നേരത്തെ എടുത്തു. ഇതെല്ലാം പറയുമ്പോൾ പാസ്റ്റർ ഞായറാഴ്ച പറയും, കൈയടിച്ചേ, സമ്മാനം കൊടുത്തേ, ട്രോഫി കൊടുത്തേ. അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കുറേ പിള്ളേർ കാണും, സ്ലോയാ, പഠിക്കാൻ പാടാന്ന് എന്തുകൊണ്ടാണ് ഉഴപ്പിപ്പോകുന്നവരുണ്ട്, അത് വേറൊരു കാര്യം. ബേസിക്കലി പഠിക്കാൻ മിടുക്കുള്ള ഇല്ലാത്തവരുണ്ടോ? ഉണ്ടോ? അങ്ങനെയില്ല. അതിപ്പോൾ എൻ്റെ ഒരു മോനെ ഇച്ചിരി മാർക്ക് കുറവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവനെ വഴക്ക് പറയാൻ തുടങ്ങി. എടാ പഠിക്കടാ, ഇന്ന് പഠിക്കുക വെച്ചാൽ ഇത് പാടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ മോളിനോട് പറഞ്ഞു, പപ്പ അവൾ സൈക്കോളജി പഠിക്കുക, യു ഷുഡ് നോട്ട് സ്കോൾ ഹിം, ഇറ്റ്സ് നോട്ട് ഹിസ് പ്രോബ്ലം. ഞാൻ ചോദിച്ചു, പിന്നെ ഇറ്റ്സ് മൈ പ്രോബ്ലം. യെസ് പപ്പ, ദിസ് ഈസ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി ദിസ് യുവർ പ്രോബ്ലം. സത്യത്തിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റാ അല്ലേ? ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങളല്ലേ ഇതൊക്കെ. ചിലർക്ക് കണക്കിനോട് ഭയങ്കര ഇൻട്രസ്റ്റാണ്, ചിലർക്ക് ലാംഗ്വേജോട് ഇൻട്രസ്റ്റാണ്, ചിലർ പെട്ടെന്ന് കാണാപ്പാടം പഠിക്കും. ഇതെല്ലാം നമ്മുടെ മൈൻഡിൻ്റെ ഓരോ, പിന്നെ അധ്വാനം കൊണ്ട് നമുക്ക് വർദ്ധിപ്പിക്കാം. ഇഫ് യു ആർ നോട്ട് യൂസിങ് യുവർ ബ്രെയിൻ, ഇഫ് യു ആർ നോട്ട് യൂസ് യു വിൽ ലോസ് ഇറ്റ്. അതതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ അങ്ങനെ ഉഴപ്പിപ്പോകുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ പഠിക്കാൻ മോശമായ മക്കളൊക്കെ ഉണ്ട്. പഠിക്കാൻ മോശമായ മക്കൾക്ക് ആരെങ്കിലും അനുമോദനം കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇന്ന് പിള്ളേരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. പിള്ളേർ ഭയങ്കര ഹൈപ്പറാണ്. ഹൈപ്പർ എന്നൊക്കെ പറയുന്നത് ഇപ്പം ഭയങ്കര വിഷയമാണ്. കൗൺസിലിങ്, തെറാപ്പി, സ്പെഷ്യൽ സ്കൂള് ഉള്ള പറഞ്ഞ ഈ പല പിള്ളേർ, ഇവിടെ ഇരിക്കുന്ന അച്ചാന്മാർ പലരും ആരായിരുന്നു? ഹൈപ്പറായിരുന്നു. ഹൈപ്പറിനെ നമ്മൾ അന്ന് വിളിച്ചത് ഹൈപ്പർ എന്നല്ല, ചെറുക്കൻ ഇച്ചിരി ഈ കുസൃതി, കുരുത്തക്കേടെന്നൊക്കെ അറിയത്തില്ല, അതിൻ്റെ പേരെന്നായിരുന്നു? ഇന്നാണ് അതെന്തുവാ ഹൈപ്പറ. അന്ന് എന്തായി? കുരുത്തക്കേടിനെ എങ്ങനെ കൗൺസിൽ ചെയ്തേ? എങ്ങനെ? ഇവിടെ പിടിച്ച് പിച്ചി, അന്നേരം അര സൈക്കിൾ പിടിച്ചു. പിന്നെ ഈ ഇവിടെ പിടിച്ച് പിച്ചി, അപ്പോൾ എന്താ പിടിച്ചു? ഫുൾ സൈക്കിള്. പിള്ളേർ കിട്ടിയിട്ടില്ല. ഇവിടെ ഫുൾ സൈക്കിൾ. അത് കണക്ക് സാറന്മാരായി ഫുൾ സൈക്കിൾ പഠിപ്പിക്കുന്നു. കണക്ക് സാറന്മാരെ ഫുൾ സൈക്കിൾ പഠിപ്പിച്ച് എന്തിനാണെന്നറിയാം? എനിക്കിപ്പോഴും അറിയാത്ത കാര്യം. എനിക്ക് എൻ്റെ ദേഷ്യ, ഒടുക്കാത്ത ദേഷ്യ. ഏറ്റവും കൂടുതൽ പിച്ച് കിട്ടിയിട്ടുള്ള ടാൻ തീറ്റ, കോസ് തീറ്റ, സൈൻ തീറ്റ. ജീവിതത്തിൽ ഒരു പ്രയോജനം അതുകൊണ്ടുണ്ടായിട്ടില്ല. ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രയോജനം ഇല്ലാത്തതിൻ്റെ കാര്യത്തിൽ നമുക്ക് പിച്ച് കിട്ടി. അടിയോടടി അടിച്ചെല്ലാം ശരിയായില്ലേ? പക്ഷെ ഇന്ന് ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ടുള്ള ഒരു കുട്ടി പഠിക്കാൻ ഇച്ചിരി മോശമാണ്. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുക. അവരുടെ കുട്ടി ആ ഫാമിലി പ്രെയറിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ കുട്ടി പ്രാർത്ഥിക്കുന്നു, സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കും. ചങ്ക് തകർന്നു പോയി. കളിയല്ലവൻ, ഹി വാസ് വെരി സീരിയസ്. അവൻ പ്രാർത്ഥിക്കുക, കർത്താപ്പച്ച ഇന്ന് സ്കൂളിൽ പോയി. ആ ടീച്ചർ ഏതാണ്ട് കുന്തമെല്ലാം പഠിപ്പിച്ചു. അവൻ ശരിക്കും മുട്ടുകുത്തി ഇങ്ങനെ കൈമറത്തി പഠിപ്പിക്കും. എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. ഞാൻ എന്തോ ചെയ്യാൻ, എനിക്കൊന്നും മനസ്സിലായില്ല. ആ ടീച്ചർക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. ആ തള്ള എന്നെ അടിച്ചു. എനിക്ക് വല്ല നൊന്തു. ഞാൻ കർത്താപ്പച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒന്ന് ഇച്ചിരി ബുദ്ധിത, അല്ല ആ ടീച്ചറെ മാറ്റാം. സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുക. ഒന്ന് ഇച്ചിരി ബുദ്ധിത, അല്ല ടീച്ചറെ മാറ്റാം. പക്ഷെ ഇന്ന് ആ കുട്ടിക്ക് ഇച്ചിരി മാറ്റമുണ്ട്. എനിക്കൊരു കർത്താവിനെ അറിയാം. എബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രം വേദോസത്തിൽ പറയുന്നുണ്ട്. ഒന്നിൽ വൈകല്യങ്ങൾ എന്തെങ്കിലുമുള്ള കുഞ്ഞായിരിക്കണം, കാഴ്ചയിൽ തന്നെ, പേരിടുന്നതിന് മുമ്പ് തന്നെ. അതുകൊണ്ട് തന്നെ അമ്മ ഇട്ടു വ്യസനപുത്തന്ന. അവൻ പ്രാർത്ഥിച്ചു, എൻ്റെ അതിലിനെ ഒന്ന് വിശാലാക്കണം. പക്ഷെ പിന്നെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, അവൻ്റെ അതിനെ ദൈവം എന്താക്കി? വിശാലാക്കി. എന്നും ദരിദ്രൻ്റെ ലോകത്തോടെ പോകുന്ന ഒരു കർത്താവുണ്ട്. മക്കളൊക്കെ ഇങ്ങനെ പുറകെ പോകുമ്പോൾ മിടുക്കർക്കൊക്കെ അത് സന്തോഷമായിരിക്കാം. കുശുമ്പൊന്നും ഇല്ലെങ്കിലും മനസ്സിങ്ങനെ തകർന്നു പോകുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ എല്ലാവരെയും മുമ്പിക്കൊണ്ട് പിമ്പനെ മുൻപിനാക്കാൻ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ, ദോഷത്വമായതിനെ തിരഞ്ഞെടുക്കാൻ, കുലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനമായതും ബലഹീനമായതും തിരഞ്ഞെടുത്ത ഒരു ക്രിസ്തു എന്നും ദരിദ്രപക്ഷത്ത. അവനൊന്നും ദരിദ്രപക്ഷത്ത. ബൗദ്ധികമായ ദാരിദ്ര്യം. കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, ഇങ്ങനെയുള്ള മക്കളെയൊക്കെ ഒന്ന് ഉയർത്തി പ്രാർത്ഥിച്ച്. ഒരുപക്ഷെ ഡ്രോപ്പ് ഔട്ട് ആകുമ്പോൾ
പേപ്പേഴ്സ് പിന്നെ എഴുതാനുള്ളപ്പോൾ കോഴ്സൊക്കെ ഇങ്ങനെ പടപട പൂർത്തീകരിച്ച് മുമ്പിൽ പോകുമ്പോൾ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ പുറകിൽ പോകുന്ന മക്കൾ, ക്രിസ്തു എന്നും ദരിദ്രപക്ഷത്തെ മക്കളെ, ഞാൻ അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ക്രിസ്തു എന്നും ദരിദ്രൻ്റെ കൂടെ, ക്രിസ്തു എന്നും ദരിദ്രൻ്റെ പക്ഷത്ത്. He was always with the last, lost and least. മറക്കരുത്, he is always with the last, lost and least. ഇന്റലക്ച്വൽ പോവർട്ടി, ബുദ്ധിപരമായ ഒരു ദാരിദ്ര്യം. ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോൾ കേരളത്തിലെ പ്രശസ്തനായ ഒരു ദേവദാസനും അധ്യാപകനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിൻസിപ്പാൾ ശ്രീ സാക്ഷ്യം പറയണം. ഞാൻ അദ്ദേഹത്തെ കൊണ്ടൊന്ന് പൗരോഹിത്യ സാക്ഷ്യം പറയിപ്പിച്ചു. പിന്നെ ഞാൻ പോകുന്ന വേദികളിലൊക്കെ അത് പറയാറുണ്ട്. ഭയങ്കര മിടുക്കെന്ന് പറഞ്ഞാൽ എന്താ, കെമിസ്ട്രിക്ക് കിട്ടിയ മാർക്ക് 1, കെമിസ്ട്രിക്ക് മാർക്ക് 1, ബാക്കി എല്ലാത്തിനും തോറ്റും പോയി. അപ്പോൾ 1 മാർക്ക് കെമിസ്ട്രിക്ക് മേടിച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുക. അച്ചായൻ തീരുമാനിച്ചു, ഇനി ഇവൻ സ്കൂളിൽ പോകരുത്. കാരണം ഇനി ഇവൻ സ്കൂളിൽ പോയാൽ വെറുതെ തന്നെ 10ാം ക്ലാസ്സിൽ ഒരാളുടെ ഇത്രയും പഠിക്കുന്നു, ഒരാളെ പഠിപ്പിക്കണേ ഗവൺമെൻറ് കാശ് മുടക്കണ്ടേ. അതുകൊണ്ട് അച്ചായൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ ചായക്കട വന്നോളാൻ പറഞ്ഞു. ചായക്കട എന്നുകൊണ്ട് ചായ അടിക്കാൻ പഠിച്ചു. പക്ഷെ കൂടെ പഠിക്കുന്നവരൊക്കെ ഇങ്ങനെ സ്കൂളിൽ ബാഗും തൂക്കി പോകുമ്പം അവൻ ചായ അടിക്കുക. നൊന്തത് അവൻ്റെ അമ്മയ്ക്ക്. അമ്മ രാത്രി ഇരുന്ന് കരഞ്ഞു, എൻ്റെ മോൻ ചായ അടിക്കുകയല്ലേ. ഒരത്ഭുതം ഉണ്ടായെന്നാണ് മനുഷ്യൻ സാക്ഷ്യം പറയും. അമ്മയെ ശാനപ്പെടുത്തിയ ഒരു അപ്പച്ചൻ മരിച്ചുപോയി. അദ്ദേഹം ഉറക്കത്തിൽ പുള്ളിക്കാരത്തെ എടുക്കുക എന്നൊരു സ്വപ്നത്തിൽ പറഞ്ഞു. ജുബായൊക്കെ ഇട്ടൊരു അപ്പച്ചൻ തട്ടി ഒണിപ്പിച്ച് പറഞ്ഞു, ഡി നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു കൊച്ചനെ കൊണ്ട് ചായക്കട നിർത്താൻ? മര്യാദയ്ക്ക് അവനെ പറഞ്ഞു സ്കൂളിൽ വിടാൻ പറഞ്ഞു. അപ്പം രാവിലെ എഴുന്നേറ്റ് അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു. അച്ഛൻ പറഞ്ഞു, അവൻ ചായ അടിക്കാൻ പഠിച്ചു, ഇനി സ്വപ്നമായിട്ട് വരല്ലേ, ജീവിച്ചാൽ പോരെ. പക്ഷെ അമ്മ നിർബന്ധിച്ച് അവനെ സ്കൂളിൽ വിട്ടു. ആ മകൻ എന്നോട് പറഞ്ഞു, കഷ്ടിച്ച് 10ാം ക്ലാസ് പാസ്സായി, പ്രീ ഡിഗ്രി പാസ്സായി, ഡിഗ്രി പാസ്സായി, പിന്നെ റാങ്കോടെ MA പാസ്സായി, റാങ്കോടെ സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ BD എടുത്തു, MDH എടുത്തു, പൊളിറ്റിക്കൽ സയൻസിൽ PhD എടുത്തു. ഇന്നൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിക്ക് 1 മാർക്ക് കിട്ടി, ബാക്കി എല്ലാത്തിനും തോറ്റ രാജു എന്ന മോന് ഇന്ന് ഡോക്ടർ രാജുവാണ്. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്, അവൻ ദരിദ്രപക്ഷത്ത. മൂന്നാമത്തെ ഒരു ദാരിദ്ര്യമാണ് ശാരീരികമായ ദാരിദ്ര്യം. നമ്മളെല്ലാവരും പറയും, അച്ചായനെ ഇങ്ങനെ കിട്ടിയാൽ മതി, ഇങ്ങനെ ആന്നേലും നോക്കിക്കോളാം. വെറുതെ കയറി പറയരുതേ, ഇങ്ങനെയും കിട്ടിയാൽ മതി, ഞങ്ങൾ എന്ത് ചെയ്തോളാം, നോക്കിക്കോളാം. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ പറയും, കർത്താവെ കഷ്ടത്തിലാക്കാതെ എന്ത് ചെയ്യണേ, എടുത്തോളെ. കിടക്കാൻ വലിയ പാടാണ്. പ്രത്യേകിച്ച് കിടക്കുന്നത്, ഈ കിടപ്പുകാരുടെയൊക്കെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം അവരാരെങ്കിലും കാണാൻ ചെല്ലുന്നു. ശരിക്കും കിടന്നുപോയ മനുഷ്യർക്ക് പ്രശ്നമില്ല. നിരന്തരമായ ഡയാലിസിസ്. ഇവിടെ ഡയാലിസിസ് അത്രയും പാടല്ല. ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടും ഒരുപക്ഷെ അവരിങ്ങനെ സുഖമായിട്ട് പോകും. അതല്ല ഡയാലിസിസ്. നാട്ടിൽ ഡയാലിസിസ് പാടാണ്. ഏതാണ്ട് ഒരു 10-25 വർഷം കിഡ്നി പേഷ്യൻ്റായിരുന്നു എൻ്റെ പെങ്ങൾ. ഞാനങ്ങനെ വലിയ ദാരിദ്ര്യത്തിൽ കൂടെ ഒന്നും പോകുന്ന ആളല്ല. എന്ന് പറഞ്ഞാൽ ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്, ഞാനൊരു പൊതുശുശ്രൂഷകനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ അങ്ങ് ദാരിദ്ര്യത്തിലൊന്നുമല്ല. എന്നാലും നിരന്തരമായ കാര്യങ്ങൾ മനുഷ്യനെ ദരിദ്രനാക്കും. അവൾ വെളുപ്പിന് 3 മണിക്കുള്ള സ്ലോട്ടാണ് ഡയാലിസിസിന്. കാരണം വെളുപ്പിന് പോയിട്ടിങ് തിരിച്ചു വരാം, പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴത്തെ. രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കും, നാളെ രാവിലെ പോകണ്ടേ, പൈസ വേണം, ഒരു 1500 രൂപയൊക്കെ ഉണ്ട് പോകാം. പക്ഷെ അത് കാണത്തില്ല. നിരന്തരം ആഴ്ചയെല്ലാം 2-3. ഞാൻ പറയും, നീ കിടന്നു, കുഴപ്പമില്ല. എത്ര മണിക്ക്? 3 മണിക്കല്ലേ പോകുന്നത്, 2:30 ആകുമ്പോൾ പോകും, ഓട്ടോ വരും. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ പോയിട്ട് കിട്ടുന്ന പൈസയായിട്ട് രാത്രി വരും. അന്നേരം അവളെ ഉണർത്തിയാൽ പിന്നെ അവൾ ഉറങ്ങത്തില്ല. കാരണം പിന്നെ BP ഷൂട്ടാവും. ഞാൻ ആ വാതിക്കെ കിടന്നുറങ്ങും ഇറങ്ങി വരാൻ. അങ്ങനെ എത്രയോ രാത്രി പ്രസംഗിച്ച് കിട്ടുന്നത് കൊണ്ടുവന്ന് ഡയാലിസിസിന് കൊടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. നിരന്തര ട്രീറ്റ്മെൻറ്റുകൾ മനുഷ്യൻ്റെ നട്ടല് തകർക്കും. ശാരീരികമായ ദാരിദ്ര്യം
വലിയ പാടാണ്. പക്ഷെ ഒരു കർത്താവുണ്ട്, അടിപ്പിണരുകളാൽ സൗഖ്യം തരുന്നൊരു കർത്താവുണ്ട്. അടിപ്പിണരുകളാൽ സൗഖ്യം തരുന്നൊരു കർത്താവ്. കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങളുടെ ഒരു സഹോദരന് അമേരിക്കയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങളൂടെ വരണം, പ്രത്യേകിച്ച് ബ്ലസ്സി വരണം. ഒരു സഹോദര തുല്യം സ്നേഹിച്ച് ഞങ്ങളെ നിർബന്ധിച്ച് ബ്ലസ്സിയും കൊണ്ട് വിസയൊക്കെ എടുപ്പിച്ച് ഞങ്ങളെ കൊണ്ടുവന്നു. സന്തോഷമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് അവിടെ വെച്ചൊരു അലർജിയോ എന്തോ ഒരു വൈറൽ അറ്റാക്ക് ഉണ്ടായി. ഞാൻ തിരിച്ചു പോകാറായപ്പോഴത്തേന്, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോയപ്പോഴത്തേന് എനിക്ക് എൻ്റെ അത് സ്പൈനിനെ ബാധിച്ചു. നടക്കുന്ന വഴിക്ക് ബാലൻസ് പോയി. പിന്നെ സാങ്കുടിച്ചാനൊക്കെ അറിയാം, അവർ നിരന്തരം പ്രാർത്ഥിച്ചാണ്. ഞാൻ എൻ്റെ ബാലൻസ് പോയെന്ന് കാണുമ്പോൾ ആദ്യം വിളിക്കുന്നത് സാങ്കുടിച്ചാനെയൊക്കെയാണ്. അവർ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിച്ചു. എയർപോർട്ടിൽ കൂടെ നടക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ബാലൻസ് പോകുന്നു. പിന്നെ ഞാൻ നിരന്തരം അഡ്മിറ്റായിരുന്നു. ക്രിയാറ്റിൻ കൂടി, കാലേ നീര് വന്നു, പ്രയാസമായി. പക്ഷേ ഞാൻ ഒരു അമ്മച്ചി ഓർക്കുക, രാവിലെ വന്നിട്ട് രാത്രി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 40 ദിവസവും ഉപവസിച്ചു. പിന്നെ കുറേ ആൻറ്റിമാർ എവിടെ നിന്നൊക്കെ വന്നു എൻ്റെ ചുറ്റും മുട്ടയെ കുത്തിയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്കൊരു കർത്താവിനെ അറിയാം. ദരിദ്രൻ്റെ ലോകത്ത് വരുന്നൊരു കർത്താവുണ്ട്. ഞാനും മനസ്സുകൊണ്ട് ഓർത്തു, ഭയം പുറത്ത് കാണിച്ചില്ലെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞാൽ അപ്പം ഡോക്ടർമാരും സസ്പെക്റ്റ് ചെയ്ത് ഓട്ടോ ഇമ്മ്യൂണായിരിക്കാം, ചിലപ്പം പാരാലിസിസ് ആകാം. പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം. ദരിദ്രൻ്റെ ലോകത്ത് വരുന്ന ഒരു കർത്താവ്. എല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് എന്നും ദരിദ്രൻ്റെ ലോകത്ത്, ദരിദ്രനെ മനസ്സിലാക്കാൻ, ദരിദ്രൻ്റെ ലോകത്ത്. ഞങ്ങളുടെ പാസ്റ്റർ വർഗീസ് പാസ്റ്റർ ഭാര്യയൊക്കെ എത്രയോ നാളായിട്ട് ആൻറ്റിയൊക്കെ പ്രയാസത്തിൽ കൂടെ പോകുന്നവരാണ്. എത്രയോ വർഷമായി. പക്ഷേ 2 രീതിയിലാണ് സൗഖ്യം. ഒന്നീ സഡൻ ഹീലിംഗ്, അല്ലെങ്കിൽ ഗ്രേസാ, രോഗശാന്തി തന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. കരമെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ച് ദരിദ്രൻ ഭാഗ്യവാന, ദരിദ്രൻ ഭാഗ്യവാൻ. 2000 വർഷം മുമ്പ് ഇങ്ങനെ പറയുമ്പോൾ ക്രിസ്തു പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമുണ്ട്. യു ക്യാൻ എക്സ്പീരിയൻസ് മീ ഇൻ യുവർ പോവർട്ടി. You can experience me in your poverty. I am always with the poor. ദരിദ്രൻ ഭാഗ്യവാന, ദരിദ്രൻ ഭാഗ്യവാന, ദരിദ്രൻ ഭാഗ്യവാന. ഡയാലിസിസിൻ്റെ ഒക്കെ മേഖലകളിലൂടെയൊക്കെ ഒത്തിരി കണ്ടും കേട്ടും കുറച്ച് അറിവൊക്കെ. അങ്ങനെ ഇരിക്കെ ഈ എളിയവന് ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ കൺവെൻഷൻ നടക്കുക ഇപ്പോൾ വർഷങ്ങളായിട്ട്, വർഗീസ് പാസ്റ്റർക്ക് അറിയാം, ഒരു 10-35 വർഷങ്ങളായില്ലേ ഫുഡ് കൊടുക്കാമെന്ന് പറയും. ജനറൽ കൺവെൻഷൻ്റെ ഫുഡ് ഞങ്ങളാണ് ചെയ്യുന്നത്. നമുക്കത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് വർഷത്തിൽ കിട്ടുന്ന ഒരു അവസരം, ഒരു സന്തോഷം, ഒരാഘോഷം, അടിപൊളി ബഹള. അപ്പോൾ 2017 എൻ്റെ അപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉത്തരവാദിത്വം തമ്പിയെപ്പറ്റും പറഞ്ഞിട്ട്, മോനെ നീ വേണോ അത് ചെയ്യാൻ, അപ്പൻ്റെ കാര്യമാണ്. ശരി, അപ്പം ചെയ്തുകൊണ്ടിരുന്നതല്ലേ, കളയണ്ട. പക്ഷേ എനിക്കൊരു വാശിയുണ്ട്. ഞാനൊരു കാര്യം ചെയ്താൽ കൈ വിട്ട് ചെയ്യും. അതിൻ്റെ ഒരു പ്രശ്നമാണ്. നോക്കി നിൽക്കത്തില്ല. ഞാൻ കൈയും മെയ്യും മറന്നേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രാവശ്യം ഓർത്ത പപ്പായിട്ട് ചെയ്താൽ നല്ലപോലെ കൊടുക്കണം. ഞാൻ 3 പോത്തിനെ കൊണ്ടുവന്ന് വീട്ടിലിട്ട് വെട്ടി. മുണ്ടക്കയത്ത് പോയി മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിലിട്ട് വെട്ടി. ഞങ്ങളുടെ പാഷന്മാരൊക്കെ അടിപൊളി പിള്ളേരാണ്. അവർ കൂടിയാ വെട്ടുകയും കൊല്ലുകയും അറക്കുകയും എല്ലാം ചെയ്യും. എന്നിട്ട് ഇറച്ചി കൊണ്ടുപോയി. പിന്നെ എൻ്റെ മക്കളെ ഞങ്ങൾ എന്തെല്ലാം കലാപരിപാടി കാണിക്കുന്നത്. വാരി കൊണ്ട് ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കും. പോട്ടി കൊണ്ട് ഞങ്ങൾ പോട്ടി ഫ്രൈ ഉണ്ടാക്കും. പോട്ടി ഫ്രൈ അല്ല, ബോട്ടി. എന്നോ സുന്ദരമാണെന്നറിയാം. അതെല്ലാം കൊടുത്തെല്ലാം കഴിച്ച് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കാലേ ഒരു നീര്. അപ്പം കണ്ടപ്പോൾ ഒരാളുണ്ട് പറഞ്ഞാൽ, നിൻ്റെ മുഖത്തും കണ്ണേനും കാലയിലും എല്ലാം നീരാ, നീ ഒന്ന് പോയി ഡോക്ടറെ കാണാം. അപ്പം ഞാൻ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതന്നെ നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ എന്നെ അറിയാം, നീ നല്ല പ്രസംഗനൊക്കെ. എടാ മോനെ, ഞാൻ നിൻ്റെ കാര്യം പറയാം. നിങ്ങൾ ഉപദേശിക്കത്തുള്ളൂ, പറഞ്ഞാൽ കേൾക്കത്തില്ല. നീ ഇങ്ങനെ പോയാൽ 6 വർഷം കൊണ്ട് ചത്തുപോകും. നിന്നെ ഒരു 10-30 വർഷം ഇങ്ങനെ ജീവിച്ചിരിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം, ഇറച്ചി തിന്നരുത്, മുട്ട തിന്നരുത്, മീൻ തിന്നരുത്, കഴിക്കരുത്,
പയർ കഴിക്കരുത്, അത് കഴിക്കും, ഒരു ലിസ്റ്റിംഗ് ഇട്ട്. പിന്നെ നിനക്ക് കഴിക്കുക കുമ്പളങ്ങ, വഴുതനങ്ങ, വെണ്ടയ്ക്ക, അതെല്ലാം എണ്ണയില്ലാതെ പുഴുങ്ങി തേങ്ങ കുറച്ചൊക്കെ കഴിക്കാം. ശരി, എല്ലാം കേട്ടോ? കേട്ടോ? കേട്ടച്ചാ. ഞാൻ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ബ്ലഡ് വർക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വന്നിട്ട് എനിക്കങ്ങ് സങ്കടമായി. കർത്താവിടെ ഞാൻ എൻ്റെ ജീപ്പ് എടുത്തുകൊണ്ട് ഇങ്ങനെ വരിക, എനിക്കങ്ങനെ സങ്കടം. ഞാനൊരു വണ്ടി സൈഡിൽ മാറ്റിയിട്ട് എൻ്റെ കർത്താവിൻ്റെ ഞാൻ വെറുതെ ഇങ്ങനെ വർത്താനം പറയും. എൻ്റെ കർത്താപ്പച്ച 3 പോത്തിനെ ഞാൻ വെട്ടിക്കഴിപ്പിച്ചില്ലേ, 3 പോത്തിന്. ഇനി അതിൻ്റെ കടം വീടണമെങ്കിൽ ഞാൻ എത്ര കൺവെൻഷൻ പ്രസംഗിക്കണം? അതിൻ്റെ കടം വീടിനെ നമ്മളിങ്ങനെ കുറേ ഓടിയാലേ വീടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ അവസ്ഥ. ഞാൻ ദാരിദ്ര്യം പറയല്ലേ കേട്ടോ, തെറ്റിയായിരിക്കല്ലേ, ദൈവത്തെ ഓർത്ത്. 3 പോത്തിനെ വെട്ടി തിന്നിച്ച് എന്നോട് ഇങ്ങനെ പറയുക കഴിക്കരുതെന്ന്. അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറ? നമ്മൾ കഴിച്ചതിനെക്കാളും കൂടുതൽ കഴിപ്പിച്ചിട്ടുണ്ട്. 3 പോത്തിനെ വെട്ടി കഴിപ്പിച്ച് നിറച്ച് വിട്ട് എന്നോട് പറയുക കഴിക്കരുത്. കർത്താപ്പച്ച അത് ശരിയാണോ? ഞാൻ കർത്താവിനോട് ചോദിച്ചു, ശരിയാണ് നിങ്ങൾ പറ. ശരിയല്ലത്. ഇത് ശരിയോ തെറ്റോ? ആരോടുമല്ല, തമ്പുരാനോടാ. ഒറ്റയ്ക്കാ, ചത്തുപോത്തില്ലേ? ഞാൻ തിരിച്ച് കുറേ കർത്താവിൻ്റെ ഇങ്ങനെ വഴക്കമുണ്ടാക്കി. ശരിയോ തെറ്റോ? മോശമല്ലേ കർത്താവ് ഈ കാണിക്കുന്നത്? വീട്ടിൽ വന്നു 2 ആഴ്ച കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ പോകണം. ഈ തലേദിവസം നമുക്കൊരു വെപ്രാളമുണ്ട്. പലരുടെയും ഷുഗർ രാവിലെ നോക്കുമ്പോൾ നോർമലായിരിക്കും, കാരണം തലേദിവസം വളരെ നീറ്റായിരിക്കും അല്ലേ? തലേദിവസം വളരെ നീറ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം എന്തായിരിക്കും? നോർമലായിരിക്കും. അപ്പോൾ എനിക്കൊരു ചെറിയ വെപ്രാളം. ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളല്ലേ, പേടിയൊന്നുമല്ല, എന്തോലും കിടന്നുറങ്ങി. 4 മണിയായപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ബോംബെലൊരു അച്ചായനുണ്ട്, ഒരു തങ്കച്ചായൻ, താടിയൊക്കെ വളർത്ത്. ഈ തങ്കച്ചാൻ്റെ കഥ ഒത്തിരി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. തങ്കച്ചാൻ എൻ്റെ അടുക്ക വന്നിരിക്കുന്നു. തങ്കച്ചാൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. എന്നിട്ട് ഇച്ചിരി എണ്ണ എടുത്തിട്ട് എൻ്റെ തല മുതൽ ഇങ്ങനെ തൂത്തിട്ട് പറഞ്ഞു, മോൻ പേടിക്കണ്ടേടാ, ഒന്നും പറ്റത്തില്ല, അച്ചായൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ ഈ സ്വപ്നം കണ്ടു. നേരം വെളുത്തു. ഞാൻ ബ്ലഡ് വർക്കിന് പോകുമ്പം ഈ അച്ചാനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണേ, ബ്ലഡ് വർക്കാ, പ്രിൻസാന്ന് പറഞ്ഞപ്പോഴേ പുള്ളി എന്നോട് പറയാ, 4 മണിക്ക് ഞാൻ നിൻ്റെ മുറി വന്ന് പ്രാർത്ഥിച്ചായിരുന്നടാ. അത് അതിൻ്റെ ഒരു നിഗൂഢത ചോദിക്കരുത് എന്നാന്ന്. ഏതായാലും പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്. 4 മണിക്ക് ഞാൻ നിൻ്റെ മുറിയിൽ വന്നു. ചിലപ്പോൾ അവിടെ നിന്നുകൊണ്ട് എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചായിരിക്കും. ഏതായാലും ബ്ലഡ് വർക്ക് കഴിഞ്ഞപ്പോൾ എല്ലാം നോർമലായി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു കഴിക്കാമോ? അദ്ദേഹം പറഞ്ഞു, കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കഴിച്ചോണം. കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. ചിലര് രോഗം വന്ന് മരിച്ചു. മരണം ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, മനുഷ്യൻ്റെ ഈ ശാരീരിക ദാരിദ്ര്യത്തിൽ ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. ദരിദ്രരായവർ ആരാ? ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർക്ക് ആരെ അറിയാൻ കഴിയും? കർത്താവിനെ അറിയാൻ കഴിയും. കരമുയർത്തി പ്രാർത്ഥിച്ചേ. ദരിദ്രരായ നിങ്ങൾ ആരാ? ഭാഗ്യവാന്മാർ. ശാരീരികമായ ദാരിദ്ര്യം. 4-മത്തെ ഒരു ദാരിദ്ര്യ മേഖലയാണ് സോഷ്യൽ പോവർട്ടിയാണ്, സാമൂഹ്യമായൊരു ദാരിദ്ര്യം. സാമൂഹ്യമായൊരു ദാരിദ്ര്യം പല മേഖല വരാം. ഒന്ന് ജന്മം കൊണ്ട് വരാം. നമുക്കറിയാം ഇന്ത്യൻ സിസ്റ്റത്തിലൊക്കെ കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. ദരിദ്രൻ എന്നും ദരിദ്രനാ. കാസ്റ്റ് സിസ്റ്റം ജന്മം കൊണ്ട് ദരിദ്രരായി പോകുന്നവരുണ്ട്. അവരെ ഇങ്ങനെ പിന്തുടരാറുമുണ്ട്. പക്ഷേ ജന്മം കൊണ്ട് ദരിദ്രരായി പോയ എത്രയോ പേര് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ അവർക്ക് കിട്ടാവുന്ന ചെറിയ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചവർ ഇന്ന് വളരെ അത്ഭുതകരമായി നടത്തപ്പെടുമ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ആ ഔദാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷനെ മാറ്റിയൊരു ദൈവമുണ്ട്. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തുന്ന ദൈവം. അവൻ ദരിദ്രനെ എന്ത് ചെയ്യും? കുപ്പയിൽ നിന്ന്. സോഷ്യൽ പോവർട്ടി മറ്റു പല കാര്യങ്ങൾ കൂടെ വരാം. മിടുക്കരാണ് ആ കൊച്ചുങ്ങൾ. ആ 2 പേരും IT-യാ. കല്യാണം ആലോചിച്ച് എല്ലാം വന്നപ്പം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഈ കുശുകുശിപ്പുണ്ടാവുമല്ലോ കാർന്നവന്മാർ, നമ്മുടെ നാട്ടിന് പ്രത്യേകത. അപ്പോൾ ഈ കാർന്നവന്മാർ ആരണ്ടൊക്കെ ഇറങ്ങി മുറ്റത്തിൽ നിന്ന് എന്തോ ഒരു സംസാരം. ഞാൻ ചെന്ന് ചോദിച്ചു എന്താ കാര്യം? പക്ഷേ ചെറുക്കം മിടുക്കനാ, നല്ല പൈസയൊക്കെയാ, കാര്യമൊക്കെ ശരിയാണെങ്കിലും നമുക്കൊരു ചെറിയ പ്രശ്നം. ഒന്ന് ചിന്തിക്കണം. എന്നാച്ചാ അവൻ്റെ വല്യപ്പൻ നമ്മുടെ ടാപ്പിങ് തന്നെയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഇന്ന് അവരുടെ ടാപ്പിങ്ങാണ്. ഈ വല്യപ്പൻ ടാപ്പിങ് തന്നെയായപ്പം കാര്യമുണ്ടേ. ഈ വെളുപ്പിനെ എഴുന്നേറ്റ് റബ്ബറിന് വളയുമ്പം അയാൾ കരഞ്ഞു, തമ്പുരാനെ പിള്ളേരുടെ ഗതി ഒന്ന് മാറ്റിയേക്കണം. പക്ഷെ എന്നിട്ട് ഓടി യോഗത്തിന് വന്നു, കൊട്ടുവാല് പറിച്ചിട്ട്. പിന്നെ ആരെയും ഇടയോഗത്തിന് എക്കാത്തപ്പോൾ ഈ പാവം ഏറ്റു.
വന്ന് ഉപദേശിക്കും. ഞായറാഴ്ച എല്ലാവരും അവരുടെ വീട്ടിൽ ആരും വെക്കത്തില്ലല്ലോ. അപ്പം തമ്പുരാൻ തീരുമാനിച്ചു ഇവരുടെ സ്ഥിതി ഒന്ന് മാറ്റണം. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. എനിക്കൊരു കർത്താവിനെ അറിയാം. ദരിദ്രൻ്റെ ലോകത്തൂടെ പല കാരണങ്ങൾ കൊണ്ട് സാമൂഹ്യ ദാരിദ്ര്യം ഉണ്ടാകാം. അച്ചായൻ കുടിയനാണെങ്കിൽ, വല്യമ്മച്ചി തൂങ്ങിച്ചത്താണെങ്കിൽ, പിഴച്ചു പോയതാണെങ്കിൽ ദരിദ്രനാകാം. പക്ഷെ അങ്ങനെ പിഴച്ചു പോയവരൊക്കെ അവരുടെ സിറ്റുവേഷൻ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് കെനിയന, ഭയങ്കര ശുശ്രൂഷയാണ്. ഇന്ന് ലോകരാജ്യങ്ങൾ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനാണ്. എന്നെ തീപ്പൊരി എന്നറിയാം, എന്നെ തീപ്പൊരി കയറി നിന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കത്തില്ല. ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അമ്മ തീയാണ്, അദ്ദേഹം തീയാണ്. പക്ഷെ ഒരു വട്ടം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സാക്ഷ്യം പറഞ്ഞു, നിങ്ങളെ കാണുന്നവനല്ല ഞാൻ, അപ്പൻ ആരെന്നറിയാതെ ജനിച്ചതാണ്. ഏതോ ഇരുളിൽ അമ്മയ്ക്ക് ആരോ ഒരാൾ എന്നെ ജന്മം നൽകി, അതുകൊണ്ട് തന്നെ അപ്പൻ ആരാന്നറിയാതെ വളർന്നു. പലപ്പോഴും അപ്പനില്ലാത്തതുകൊണ്ട് ഫീസ് അടയ്ക്കാൻ ഇല്ലാതെ വരാന്ത ഇറക്കി നിർത്തി, കീറിയ നിക്കറിട്ടുകൊണ്ട് പോയി, പിള്ളേരെ കളിയാക്കി. 8ലോ 9ലോ പഠിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞു. അതോടെ സ്ഥിതി മാറി. ഒരു കാര്യം തീരുമാനിച്ചു, ഇനി അമ്മയോടൊരു കാര്യം ചോദിക്കില്ല, അമ്മയെ ബുദ്ധിമുട്ടിക്കില്ല. അന്ന് തൊട്ടെല്ലാം ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിൽ വന്ന് മംഗലാപുരത്ത് മാസ്റ്റേഴ്സ് എടുത്തു, മൈക്രോബയോളജി. ആ സമയത്താണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. എന്നറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകന്. അദ്ദേഹം പറയുക, അങ്ങനെ ഞാൻ എൻ്റെ സിറ്റുവേഷൻ മാറി. ഇന്ന് കാണുന്ന ഞാൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞ ഒരു ദിവസം അപ്പനെ കണ്ടു. ജന്മം കൊടുത്തിട്ട് ഒരിക്കൽ പോലും ഒരു മുട്ടായി മേടിച്ചു തരാത്ത അപ്പനെ, ഒരു ഉടുപ്പ് മേടിച്ചു തരാത്ത അപ്പനെ, സ്കൂളിൽ കൊണ്ടുവിടാത്ത അപ്പനെ. അയാളോർത്തു, അയാളെ തന്നെ അങ്ങ് ബലഹീനായി. ഈ മകൻ അപ്പൻ്റെ കഴുത്ത് ഞെരിക്കും. പക്ഷേ അയാൾ അവനത് ചെയ്തില്ല. അപ്പനെ കൊണ്ടുപോയി ഏറ്റവും നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി ബൊഫയ്ക്ക് ഇരുത്തി. ഏറ്റവും ടോപ്പ് ആൻഡ് ഹോട്ടലിൽ കൊണ്ടുപോയി കഴിക്കാൻ പറഞ്ഞു. നിർബന്ധിച്ച് കഴിപ്പിക്കുക. അപ്പനോർത്ത് ഇവനെന്ത് പറ്റി. അത് കഴിഞ്ഞൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുപോയി ഏറ്റവും ബ്രാൻഡ് ഷർട്ടും പാൻറ്റും എല്ലാം മേടിച്ചു കൊടുത്തു. അപ്പം പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുക, നീ എന്നെ കുത്തിക്കൊല്ലേ, നീ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ. അപ്പന് മനസ്സിലാകുന്നില്ല. അവൻ അപ്പനോട് പറഞ്ഞു, അപ്പൻ എനിക്ക് സ്കൂളിൽ കൊണ്ട് വിട്ടിരുന്നെങ്കിൽ, അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് താമസിച്ച് എന്നെ എല്ലാ കാര്യവും അപ്പൻ ടേക്ക് കെയർ ചെയ്തിരുന്നെങ്കിൽ ഈ അപ്പനെ ഞാൻ ഇങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പൻ നിഷേധിച്ച സകലതും വാരിക്കൊരുത്തുന്ന ഒരപ്പനുണ്ട്. എനിക്ക് അപ്പൻ നിഷേധിച്ച സകലതും വാരിക്കൊരുത്തുന്ന ഒരപ്പനുണ്ട്. സോഷ്യൽ പോവർട്ടി യാഥാർത്ഥ്യം. വിധവ സോഷ്യലി പൂവറ, പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു, സതി. സതി എന്തിനായിരുന്നു? സതി എന്താ? ഡു യു നോ സംതിങ് അബൌട്ട് സതി, ദി സിസ്റ്റം സതി? ഇല്ല, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണം. വാട്ട് ഈസ് സതി? ഇറ്റ് വാസ് എ വെരി ക്രൂവൽ സിസ്റ്റം. ഈ പീപ്പിൾ, യു ഗൈസ്, യു ഷുഡ് നോ ഇറ്റ്. ഒരു ഭർത്താവ് മരിച്ചു പോയ ഭാര്യ എവിടെ ഇടും? ചിതയിലിടും. അതിനെതിരെ പോരാടിയ മനുഷ്യൻ്റെ പേരെന്താ? രാജാ റാം മോഹൻ റായ്. കാര്യമുണ്ട്, ഒരു സ്ത്രീ ഇങ്ങനെ ചെതയെ കിടക്കുന്നത് കണ്ടുകൊണ്ട്. പക്ഷെ സത്യത്തിൽ എന്തിനാ ചെതയിലിടുന്നേ? ഒറ്റക്കാര്യത്തിനാ. ലോകം അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് ഈ ജീവിക്കാൻ പറ്റിയതല്ല ഈ ഭൂമി. ആണോ? അല്ല. സൊറിയാനി പെന്തക്കോസ്തുകാരനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പ്രസവത്തിന് വിളിക്കാൻ പോകുമ്പോൾ സൂത്രത്തിൽ നൈസായിട്ട് ഒരാളെ മാറ്റി നിർത്തും. ആരെയാ? വിധവ. അതിനെ വിധവ പോയ ഇവള് പ്രസവിക്കത്തില്ലേ? സുറിയാനി ക്രിസ്ത്യാനി, പുരാതന ക്രിസ്ത്യാനി, പാരമ്പര്യ ക്രിസ്ത്യാനി പ്രസവത്തിന് വിളിക്കാൻ പോകുമ്പോൾ വിധവയെ കൊണ്ടുപോകും. ഇല്ല. സത്യമാണമ്മ? സത്യ. എന്താ കാര്യം? സോഷ്യലി പൂറ. അന്ന് പോട്ട് ചെറുപ്പക്കാരത്തി ഒരു വിധവ ആരോടെങ്കിലും 2 വട്ടം ഒന്ന് കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ പിന്നെ നമ്മൾ കഥയുണ്ടാക്കത്തില്ലേ? പക്ഷേ വിധവയുടെ ലോകത്തും അനാഥരെയും വിധവമാരെയും കാക്കുന്ന, അനാഥരെയും വിധവമാരെയും കാക്കുന്ന ഒരു കർത്താവുണ്ട്. ദരിദ്രൻ്റെ ലോകത്തുള്ളൊരു കർത്താവ്. എല്ലാം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. വിധവതായ സാമൂഹ്യമായി ദരിദ്രന, ജന്മം കൊണ്ട് ദരിദ്രരാകാം, ജീവിത സാഹചര്യം കൊണ്ട് ദരിദ്രരാകാം. പക്ഷെ ദരിദ്രൻ്റെ ലോകത്ത് എന്നും വരുന്ന ഒരുവനുണ്ട്, കർത്താവ്. മറ്റൊരു ദാരിദ്ര്യം പൊളിറ്റിക്കൽ പോവർട്ടി. ഇന്ത്യയിൽ അത് യാഥാർത്ഥ്യമാണ്. ന്യൂനപക്ഷങ്ങളായ നമ്മൾ പൊളിറ്റിക്കലി പോറാ. എത്ര പേരാ ജയിലിൽ കിടക്കുക. പക്ഷെ എന്തുമാത്രം അത്ഭുതങ്ങൾ ഈ സമയത്ത് നടക്കുന്നുണ്ടെന്നറിയാം. മറ്റെങ്ങും സംഭവിക്കാത്ത പോലെ സഭ വളരുന്നുണ്ട്. കാരണം പീഡനത്തിനൊന്നും സഭയെ ഒതുക്കാൻ ഒക്കത്തില്ല. വല്ലാതെ ചൂഷണപ്പെടുമ്പോൾ അവർ കരയും. യഹോവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യം ഉണ്ടാകുമ്പോൾ
ബലഹീനന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. ലോക്കൽ തലത്തിൽ എന്തുമാത്രം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? അവർക്കെതിരെ വന്നവർ മരിച്ചു പോയത്, അങ്ങനെ ഗ്രാമങ്ങൾ ഭയപ്പെട്ടത്, അടിക്കാൻ വന്നവർ വന്നപ്പം ചുറ്റും പോലീസുകാർ നിൽക്കുന്നത് കണ്ടിട്ട് പോയത്, തീ വെക്കാൻ വന്നപ്പം പെരയ്ക്ക് തീ വെച്ചത് കണ്ടിട്ട് അവർ തിരിച്ചു പോയത്. ഇങ്ങനെ സഭാചരിത്രത്തിൽ എന്തുമാത്രം അത്ഭുതം. രാഷ്ട്രീയമായി സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പൊളിറ്റിക്കൽ പോവർട്ടി. മറ്റൊന്നാണ് സാമ്പത്തികമായ ദാരിദ്ര്യം. സാമ്പത്തികമായ ദാരിദ്ര്യം ചെറിയൊരു കാര്യമല്ല. കാരണം കടം മേടിക്കുന്നത് കൊടുക്കാമെന്നുള്ള ചിന്തയില്ല. അവൻ ചിലപ്പം മറിച്ചും തിരിച്ചൊന്നും കൊടുക്കാൻ വയ്യാതെ വരുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചു, പാസ്റ്ററെ എനിക്ക് പൈസ കിട്ടിയില്ല, ഞാൻ തൂങ്ങിച്ചാവും, എനിക്കിന്ന് പൈസ ഇത്ര രൂപ കിട്ടിയൊക്കത്തുള്ളൂ, ആരോടെങ്കിലും മേടിച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഇന്നാരുടെ പൈസ കാണും, ഞാൻ ചോദിച്ചാൽ തരത്തില്ല, ഞാൻ കൊടുക്കാനുള്ളവനല്ലേ, അല്ലെങ്കിൽ ഞാൻ കടമല്ലേ, പാസ്റ്റർ ചോദിച്ചാൽ തരും. ഞാൻ പറഞ്ഞു ഞാൻ മേടിക്കാം, ചോദിക്കാം, തരികയും ചെയ്യും, പക്ഷെ വിത്ത് എ കണ്ടീഷൻ, നീ എന്ന് കൊടുക്കും, പറയുന്ന ദിവസം കൊടുക്കണം. സമ്മതിച്ചു. ഒരു ദിവസം പറഞ്ഞു. ഞാനത് മേടിക്കാൻ പോയപ്പോൾ എനിക്ക് പിന്നെ ഒരു ഡൗട്ട്, ഈ ദിവസം ഇവൻ എങ്ങനെ കൊടുക്കും? ഞാൻ അവനെ വിളിച്ചു വെച്ചു, എന്നാൽ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം, നീ എങ്ങനെ ആ ദിവസം കൊടുക്കും? എന്നാൽ ഇവൻ തിരിച്ചെന്നോട് ചോദിച്ചു, കിട്ടുമ്പം തരാമെന്ന് പറഞ്ഞാൽ തരുന്ന ഒരാളുടെ പേര് പറയാം. കിട്ടുമ്പം തരുമെന്ന് പറഞ്ഞാൽ തരുന്ന ഒരാളുടെ പേര് അറിയാം. ചുമ്മാ പോയി മര്യാദ, ഞാനിപ്പോൾ എനിക്ക് അത്യാവശ്യമാണ്, ഒരു ഡേറ്റ് അങ്ങ് പറഞ്ഞു, പാസ്റ്ററല്ലേ പറഞ്ഞാൽ വിശ്വസിച്ചോളാൻ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ, ഞാൻ ആര് വിശ്വസിക്കണം? നിങ്ങളങ്ങ് വിശ്വസിച്ചാൽ മതി. എന്നാലും ദരിദ്രൻ്റെ വല്ലാത്ത ഭാരത്തിലല്ലേ. ദരിദ്രൻ്റെ ലോകത്ത് ഒരാളുണ്ട്. ആരാ? ക്രിസ്തുവ. ദരിദ്രൻ്റെ ലോകത്ത് എന്നും വരുന്ന ഒരാളുണ്ട്, ക്രിസ്തുവ. പ്രിയരെ, സാമ്പത്തികമായ ദാരിദ്ര്യം, ശാരീരികമായ ദാരിദ്ര്യം, ബുദ്ധിപരമായ ദാരിദ്ര്യം, മാനസികമായ ദാരിദ്ര്യം, സാമൂഹികമായ ദാരിദ്ര്യം, രാഷ്ട്രീയമായ ദാരിദ്ര്യം, ഇതിനെല്ലാം തലത്തിൽ ഒരു കാര്യം യേശു പറയുന്നു, സ്പിരിച്വൽ പോവർട്ടി. എന്താ സ്പിരിച്വൽ പോവർട്ടി? സ്പിരിച്വൽ പോവർട്ടി എത്രയേ ഉള്ളൂ. പാവം പിടിച്ചവന് കൈ നീട്ടണം, ധനവാന് കൈ നീട്ടേണ്ട ആവശ്യമില്ല. എന്നും രാവിലെ കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് കൈ നീട്ടണം, തമ്പുരാനെ കൃപ തരണേ, ഞാനോ എളിയവൻ, ദരിദ്രൻ, കുരുടൻ, എനിക്ക് നിൻ്റെ കൃപ വേണം. എനിക്കൊരു കർത്താവിനെ ഹൃദയം നിറഞ്ഞ് പരിചയപ്പെടുത്തുക. ഹി ഈസ് ഓൾവേസ് വിത്ത് പുവർ, with the lost, last and least. With the lost, last and least. His name is Jesus Christ. ദരിദ്രനായി തീർന്ന ക്രിസ്തു. കണ്ണെല്ലാം അടച്ച് ഇനി അല്പനേരം പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു മേഖലയിലൊക്കെ പെട്ട് കാണാം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പെട്ട് കാണാം. ഇവൻ എന്തിനേറെ പറയുന്നു, തെറ്റിദ്ധരിക്കരുതേ, ഡിവോഴ്സ് ആയാൽ പോലും സോഷ്യലി പൂറാ. ഒരപമാനം വന്ന സോഷ്യലി പൂറാ. മക്കള് കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച സോഷ്യലി പൂറാ ആ കുടുംബം. പക്ഷെ ദരിദ്രൻ്റെ സ്ഥിതി മാറ്റുന്ന ഒരുവനുണ്ട്. ദരിദ്രൻ്റെ സ്ഥിതി മാറ്റുന്ന ഒരുവനുണ്ട്. ദരിദ്രരോടൊപ്പം നടക്കുന്ന ക്രിസ്തു, ദരിദ്രനെ മനസ്സിലാക്കുന്ന ക്രിസ്തു. അതുകൊണ്ട് തന്നെ എവിടെയെല്ലാം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അവിടെ എല്ലാം ഓടിക്കൂടുന്നത് ഈ ദരിദ്ര. അവിടെ എല്ലാം ഓടിക്കൂടുന്ന ഈ ദരിദ്ര. എവിടെല്ലാം യേശുവിനെ പ്രസംഗിച്ചോ അവിടെ എല്ലാം തടിച്ചു കൂടുന്നത് ഇന്നും ഈ ദരിദ്രന്. അനാഥർ, വിധവർ, സാമൂഹികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, മാനസികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. ക്രിസ്തുപക്ഷം, ദരിദ്രപക്ഷം. ക്രിസ്തു എന്നും ദരിദ്രപക്ഷത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന മേഖലയിൽ ദരിദ്രനാണ്, അവൻ്റെ ലോകത്തേക്ക് ഇറക്കി വരുന്ന യേശു ഏകദിന കൺവെൻഷനിൽ വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണത്തിൽ കുറവാണെങ്കിലും കർത്താവ് ഇവിടെ ഉണ്ട്.
കർത്താവ് ഇവിടെ ഉണ്ട്. കർത്താവ് ഇവിടെ ഉണ്ട്. കരമെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ചു. എല്ലാ കരങ്ങളും ഉയർത്തി. എല്ലാ കരം ഉയർത്തി. കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ, in all age, in all spans of your life, my Jesus, He is a reality. He is a reality. He is a living God. He is a living person. You can taste Him. You can experience Him. This is not an idea. Christianity is not a philosophical religion. It is a reality. My Jesus. യേശു വന്നിട്ടുണ്ട്. അടുക്കലുണ്ട്. ദരിദ്രൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ തുറന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇന്ന മേഖല ദരിദ്രനാണ്. എൻ്റെ കുഞ്ഞിൻ്റെ മേഖലയിൽ ദാരിദ്ര്യത്തില്ല. അരകാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമിൽ. അരകാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ല. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തൽ. കർത്താവേ, നിന്റെ രൂപം 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തൽ. അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ. അരക്കാശിനും തലചായ്പാനും സ്ഥലമില്ല. 33 കൊല്ലം പാർത്തലത്തിൽ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ പാർത്തലത്തിൽ പാർത്തല്ലോ നീ. വഴിയാധാര ജീവിയായി നീ പോയ. കർത്താവേ, നിൻ രൂപം വേനി എല്ലായ്പ്പോഴും സന്തോഷം. കർത്താവേ, നിൻ എല്ലായ്പ്പോഴും സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. ഞാനീ പറഞ്ഞ പഴയ ദാരിദ്ര്യങ്ങളിലൂടെയും വെളിവും കടന്നു പോയിട്ടുണ്ട്. സ്വഭാവപരമായ പ്രശ്നങ്ങളിൽ, പുറത്തുനിന്നുള്ള എതിർപ്പുകളിൽ, പൊളിറ്റിക്കൽ പോവർട്ടിയുടെ അതിഭീകരമായ പ്രതിസന്ധികളിലൂടെ, രാഷ്ട്രീയ എതിർപ്പുകളിലൂടെ
ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നറിയാം, എൻ്റെ കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു. Often I went through the physical poverty. I experienced Jesus. Even financially, mentally. He's here. His presence is very much here. I hope you are experiencing that, His presence. ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. അനുഭവിക്കുന്നു തോന്നുന്നവരെന്ന് കര ഉയർത്തിയേ. എല്ലാം പറഞ്ഞേ കർത്താവിനോട്. ഹന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു വാക്ക് ഹന്നയുടെയാണ്. ഹന്ന തൻ്റെ ഹൃദയം പകർന്നു കർത്താവിൻ്റെ അടുക്കൽ. She was just pouring out her heart before God. കണ്ണെല്ലാം അടച്ച്. ഞാൻ വലിയൊരു മെസ്സേജ് ചെയ്തൊന്നും എനിക്കറിയില്ല. ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് എന്താ നിങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ അനുഭവിച്ച ഇന്നും അനുഭവിക്കുന്ന ഒരു കർത്താവിനെ, a God who always with the poor, who experienced poverty. അമ്മയുടെ വയറ്റിൽ ജനിച്ചപ്പോൾ അപ്പം പറഞ്ഞ അമ്മയെ ഉപേക്ഷിക്കണം. He experienced rejection when he was in his mother's womb. Prenatal experience. When he was born, he was in a poor situation. കാലത്തൊഴുത്തില്ല. ഏറ്റവും നല്ല ടോപ്പൻ്റെ ഹോസ്പിറ്റലൊന്നും അല്ല. അത് കഴിഞ്ഞപ്പം രാജാവ് പറഞ്ഞു കൊല്ലണം. എടുത്തോണ്ടോടി അഭയാർത്ഥി. റെഫ്യൂജീസ്. ഹി വാസ് എ റെഫ്യൂജി. പിന്നെ 30-ാമത്തെ വയസ്സിൽ ശാനം വെക്കുമ്പം പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും. എന്തുകൊണ്ടാ? 10-17 വയസ്സിൽ മരപ്പണിയായിരുന്നു. ഭാരമുള്ള മരം തോളിൽ വെച്ച് മരപ്പണിക്കാരൻ. മൈ ബോസ് ഹീ ഈസ് എ ജൂവിഷ് കാർപ്പൻ്റർ. അവനാ മരപ്പണിക്കാരൻ്റെ മകൻ. അവൻ്റെ അമ്മ മറിയം, സോഷ്യൽ പോവർട്ടി. വിവാഹത്തിന് മുമ്പ് പ്രസവിച്ച ഒരമ്മയുടെ മോൻ. ഇവൻ്റെ അമ്മ ആ മറിയമല്ലയോ? ഇവൻ്റെ അപ്പൻ ആ തച്ചനല്ലയോ? ദാറ്റ്സ് വൈ ഹീ ഈസ് ഓൾവേസ് വിത്ത് ദ പീപ്പിൾ ദോസ് ഹു ആർ സോഷ്യലി പുവർ. പിന്നെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം വിശന്നു. 40 ദിവസത്തെ ഉപവാസത്തിൽ ആരുമില്ലായിരുന്നു. അവിടെ നാരങ്ങാനീര് കൊടുത്ത് ഉപവാസം അവസാനിപ്പിക്കാൻ. പിശാചി വന്ന് പറഞ്ഞ് കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ. കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാന്നറിയോ? ദഹിക്കോ? അതുകൊണ്ട് ഇന്നും വിശന്നവൻ്റെ ലോകത്ത് ഒരുവനുണ്ട്. യേശു. വിശന്നവൻ്റെ ലോകത്ത്. ഞാൻ പറയുന്നൊരു സംഭവമുണ്ട്. ഞങ്ങളുടെ ദേശത്തുനിന്ന് ഒരാൾ ആന്ധ്രയിൽ സുവിശേഷയിലേക്ക് പോയി. കരുന്നകറി. കുറേ പേർ 3-4 പിള്ളേരാ. ആ കുട്ടിയിൽ ഒരാളെ ഞാൻ കണ്ടപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചെന്നപ്പം ഹൈദരാബാദിൽ ആ കുഞ്ഞുങ്ങൾ മോള് കാണാൻ വന്നു. അമ്മ ഈ പിള്ളേരെ ഇളയ കുഞ്ഞിന് വേണ്ടി 1-2 തുടം പാല് മേടിക്കും. കുപ്പിയിലല്ല, ലിറ്ററല്ല, കവറിലല്ല, തുടത്തി. അന്ന് തുടത്തി പാൽ അളന്ന് കൊടുക്കും. ഇന്നതില്ല. ഉണ്ടോ? ഇല്ല. തുടത്തി 1 തുടം 2 തുടം 2-3 തുടമൊക്കെ മേടിക്കും ഇല്ലേ? തുടത്തിൽ പാല് മേടിക്കുക. അപ്പോൾ ഏറ്റവും ഇളയൻ്റെ മൂത്തത് ചോദിച്ചു, അമ്മ ഒരു കാര്യം ചെയ്യുക, സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു പാൽ ചായ തരാം. പാൽ ചായ. നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നവരോ അവിടെ പോയി. അമ്മയുടെ മനസ്സൊന്നാളി. പാൽ ചായ. പക്ഷെ കുഞ്ഞു വരാറായിപ്പോയി. അമ്മ ഒരു കാര്യം ചെയ്തു. ചുമ്മാ എടുത്ത് അടുപ്പേ പാത്രം വെച്ച് ഇച്ചിരി വെള്ളം തിളപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം വാതുക്കൊരു മുട്ട് പാൽക്കാരന്. ദീദി പാത്രം. അപ്പോൾ ഇവരോർത്ത് പാർശ്വ പറഞ്ഞു വിട്ടാണ്. പാത്രം കൊടുത്തു, പാല് തന്നു. കൊച്ചു വന്നപ്പം ചായ കൊടുത്തു. പിന്നെ പാർശ്വ വന്നപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പാൽക്കാരൻ പാലും കൊണ്ട് വന്നു. പാർശ്വ പറഞ്ഞു, ഞാൻ വിട്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. അവർ രണ്ടുപേരും അന്ന് തൊട്ട് അലയ്യ അവിടെ ആ പാൽക്കാരനെ തപ്പി. കണ്ടിട്ടില്ല.
വിശന്നവൻ്റെ ലോകത്ത് അവൻ വരാൻ കാര്യമുണ്ട്. 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അതുകൊണ്ട് ഇന്നും പാവങ്ങളുടെ ലോകത്ത്, വിശന്നവൻ്റെ ലോകത്ത്, ഒറ്റപ്പെട്ടവൻ്റെ ലോകത്ത് അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരക്കാശിന് മുപ്പത്തിമൂന്നര കൊല്ലം പാർത്തലത്തിൽ, 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ഒരു മേഖലകളിൽ ഏതെങ്കിലും ഒരു മേഖല ഞാൻ കടന്നു പോകുന്നൊരു മേഖലയാണ്. ഈ രാത്രി കർത്താവെ അങ്ങേ എനിക്ക് അനുഭവിക്കണം. ആ മേഖലയിൽ അങ്ങനെയുള്ളവരൊന്ന് കരങ്ങൾ ഉയർത്താമോ? ലെറ്റ് ഇറ്റ് ബി ഫിസിക്കൽ, മെൻ്റൽ, ഇൻ്റലക്ച്വൽ, ഫിനാൻഷ്യൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, or any areas of your life. You are experiencing some sort of poverty. ആ കർത്താവിൻ്റെ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രോഗികൾക്ക് വേണ്ടി മാത്രമല്ല, ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ച്, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം. യേശു എന്ന നാമം ഇന്നും വിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന നാമം. ദരിദ്രന്റെ ലോകത്തേക്ക് ആകാശം ചായ്ച്ചിറങ്ങി വരുന്ന കർത്താവ്. തീ ചുള്ളി കത്തുന്ന പോലെ അവിടുത്തെ സാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഷബാന, ഖന്ധന, റിക, ലഗതന, അർഗന, റിബൻ എല്ലാവരും പ്രാർത്ഥിച്ച് ലൈവിലൂടെ ശ്രദ്ധിക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ രാത്രിയാണ്. കർത്താവിന ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച് വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരമ്യാ 33:3 എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമുള്ള മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുക. യെശയ്യാ 43 നാം കാണുന്നു. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഒരുപക്ഷെ ഇവിടെയല്ല, അങ്ങ് ദൂരെയാണ്. രാജഭൃത്യൻ്റെ കുഞ്ഞങ്ങ് ദൂരെയാണ്. കർത്താവ്, ആ രാജഭൃത്യൻ്റെ കുഞ്ഞ് അങ്ങ് ദൂരെയാണ്. ആ ബാല്യക്കാരനെ സൗഖ്യമാക്കിയ കർത്താവ്, ആ ബാല്യക്കാരനെ സൗഖ്യമാക്കിയ കർത്താവ് ഇന്ന് പറയുന്നു, നീ ദൂരെ അത്ഭുതങ്ങൾ ചെയ്യും. ഒരുപക്ഷെ ആ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ ഇവിടെ വന്നിട്ടില്ല, എൻ്റെ വീട്ടിലായിരിക്കാം, ഒരു പക്ഷേ മറ്റു ദൂരെ ആയിരിക്കാം. അവിടെ ആ സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളൊരു പക്ഷേ നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ സിബിളിങ്സിനെയോ നമ്മുടെ സഹോദരങ്ങളെയോ നമ്മുടെ പ്രിയപ്പെട്ടവരെയോ ചുമന്നുകൊണ്ട് ഹല്ലേലൂയ, ഒരു പക്ഷാഘാതം പിടിച്ച ഒരു വ്യക്തിയെ 4 ആൾ ചുമ്മിക്കൊണ്ട് വന്നതുപോലെ ഈ രാത്രി ചില വ്യക്തികളെ ചുമ്മിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നവർ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാർ, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാർ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ. യേശു യാഥാർത്ഥ്യം. He is the reality. He is a living God. He is a real God. If He is real, you can taste Him, you can experience Him, you can touch Him, you can talk with Him. He will talk to you. He is very much here. His presence is here. His presence is very much here. Shabala Hamthana.